കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 2ാം വാരമോ മറ്റോ ഉണ്ടാകും എന്നുള്ളതാണ് ഈ സമയത്ത് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒരു കാര്യം മാത്രം ഉറപ്പിച്ചു പറയാൻ കഴിയും, കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും പോരാട്ട ചൂടേറിയ ഒരു തിരഞ്ഞെടുപ്പ് കാലത്തേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നുള്ളത്. ജീവൻ മരണ പോരാട്ടം എന്ന നിലയ്ക്ക് തന്നെ എല്ലാ മുന്നണികളും കാണുന്ന ഒരു പോരാട്ടം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. തന്ത്രങ്ങൾ ഒരുക്കുകയാണ് ഓരോ മുന്നണികളും. നമ്മളോടൊപ്പം അതിഥികൾ അഡ്വക്കേറ്റ് എം ലിജു കോൺഗ്രസിൽ നിന്ന്, ഡോക്ടർ പി കെ ഗോപൻ CPM ൽ നിന്ന്, ശ്രീ ടി പി ജയചന്ദ്രൻ BJP യിൽ നിന്ന്. അതിഥികളിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം ഒന്ന് പറഞ്ഞു പോവുകയാണ്. അത് അതിഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വേണ്ടി കൂടി തന്നെയാണ്. നമ്മൾക്ക് ഈ തെരഞ്ഞെടുപ്പിനെ നിർണ്ണയിക്കുന്നത് എന്ന് നമ്മൾ കരുതുന്ന പല വിവാദ വിഷയങ്ങളുണ്ട്, പല വിഷയങ്ങളുണ്ട്, പലതരം കാരണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുമുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് നമുക്ക് ഇന്നത്തെ ചർച്ചയിൽ പ്രത്യേകിച്ചും ഇപ്പോൾ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച്, മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള അവകാശവാദങ്ങളും ആത്മവിശ്വാസത്തെയും കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ഇൻഫർമേഷൻ ഉണ്ടാകും എന്നുള്ളത് വിചാരിക്കുകയാണ്. അതുകൊണ്ട് ആദ്യം CPM പ്രതിനിധിയിലേക്ക് കടന്നു പോവുകയാണ്. പി കെ ഗോപൻ, ഇപ്പോൾ 100 സീറ്റുകൾ എന്നൊരു പ്രഖ്യാപനം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി 100ഉം പൊട്ടും എന്നാണ് പറയുന്നത്. ശരിയാണോ? 42-ൽ നിന്ന് 100ലേക്ക് എന്നൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ, അതും ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പിൽ വളരെ നേരിയ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് കോൺഗ്രസിന്റെ അധികാരമുണ്ടാകുന്നത്. അതായത് ഉമ്മൻചാണ്ടി അധികാരത്തിൽ വരുമ്പോൾ വളരെ നേരിയ സീറ്റുകളുടെ വ്യത്യാസം മാത്രമാണ് ഉണ്ടാകുന്നത്. അവിടെ നിന്ന് 100 സീറ്റ് എന്നൊരു പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതിൽ എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ഉണ്ടാകും. പക്ഷെ 100ഉം പൊട്ടും എന്ന ഒരു മറുപടിയാണ് ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ, 100ൽ മേൽ സീറ്റുകൾ നേടാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ കഴിയില്ല എന്ന് CPM വിചാരിക്കുന്നത്? അല്ല ശ്രീമതി മാധു, 100 സീറ്റ് നേടാൻ കഴിയില്ല എന്നുള്ളതല്ല CPM-ന്റെ വിലയിരുത്തൽ. അവർക്ക് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടില്ല എന്നുള്ളതാണ്. അത് 100 സീറ്റിൻ്റെ പ്രശ്നമൊക്കെ അവരുടെ ക്യാമ്പിൽ അവർക്ക് അണികളെ ആവേശം കൊള്ളിക്കാൻ വേണ്ടി അവർ പറയുന്ന കാര്യങ്ങളാണ്. അത് നമുക്ക് മനസ്സിലാവും. ഇടതുപക്ഷത്തിന് 100 സീറ്റ് കിട്ടുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ 1ാം ഭരണം, അതിന് ജനങ്ങൾ നൽകിയ അംഗീകാരമാണത്. അത് ഇടതുപക്ഷത്തിന് അർഹമായ അംഗീകാരം തന്നെ ജനങ്ങൾ നൽകി. ഈ 42 സീറ്റിൽ നിന്ന് 100ലേക്ക് എത്തണമെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷനാണ് അവർ മാനദണ്ഡമാക്കുന്നതെങ്കിൽ അവർ തന്നെ പുറത്തു കൊണ്ടുവന്ന കണക്ക്, അതുപോലെ വലതുപക്ഷ മാധ്യമങ്ങളുടെ വിലയിരുത്തലും 60-നടുത്താണ് LDF-ൻ്റെ സീറ്റ്. 58 വരും LDF-ൻ്റെ സീറ്റ്. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജില്ലാ പഞ്ചായത്തിൻ്റെ വോട്ടിംഗ് പാറ്റേണും അതുപോലെ മുനിസിപ്പൽ കോർപ്പറേഷനുകളുടെ വോട്ടിംഗ് പാറ്റേണും കൂടെ കണക്കെടുക്കുമ്പോഴാണ്. ഇനി പാർലമെൻറ്റ് ഇലക്ഷനേക്കാൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 19 ലക്ഷത്തിലധികം വോട്ട് അധികം കിട്ടി. കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനേക്കാൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 19 ലക്ഷത്തിലധികം വോട്ട് അധികമായി ലഭിച്ചു. കോൺഗ്രസിന് വോട്ട് കുറയുകയാണ് ചെയ്തത്. പാർലമെൻറ്റ് ഇലക്ഷനേക്കാൾ അവർക്ക് വോട്ട് കുറയുകയാണ് ചെയ്തത്. ഇനി തദ്ദേശത്തിൻ്റെ കണക്കെടുത്ത് പരിശോധിച്ചാൽ 2010-ൽ LDF-ന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇതിനേക്കാൾ വലിയ തിരിച്ചടി കിട്ടി. പക്ഷേ തൊട്ടടുത്ത പ്രാവശ്യം ചെറിയ വ്യത്യാസത്തിനാണ് ഇടതുപക്ഷം പരാജയപ്പെടുന്നത്. അതായത് 68 സീറ്റ് ലഭിച്ചു. ഒരു 2 സീറ്റിൽ 500-ൽ താഴെ വോട്ടും 4 സീറ്റിൽ 1000-ൽ താഴെ വോട്ടിനുമാണ് അന്ന് തോറ്റത്. ഇനി ഞാൻ വേറൊരു കണക്കുകൂടി, സാധാരണ ചർച്ച ചെയ്യാത്തൊരു കണക്കുകൂടി പറയാം. അത് ഇടതുപക്ഷത്തോടുള്ള ഇടതുപക്ഷത്തിൻ്റെ ഒരു വിലയിരുത്തൽ ഇതുമായി ബന്ധപ്പെട്ടല്ല. 1991-ൽ ഇവിടെ ആദ്യമായിട്ട് ജില്ലാ കൗൺസിൽ ഇലക്ഷൻ നടന്നു. സഖാവ് VK നായനാരാണ് മുഖ്യമന്ത്രി. അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ മുഴുവൻ ജില്ലാ കൗൺസിലുകളും മലപ്പുറം ഒഴിച്ച് ഇടതുപക്ഷത്തിന് ലഭിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടായി ഈ ജില്ലാ കൗൺസിൽ. അന്ന് ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും പ്രത്യേകമായിട്ട് നിലവിൽ വന്നിട്ടില്ല. കേരളം മാത്രം ഫോം ചെയ്തതാണ്. അപ്പോൾ UDF പറഞ്ഞു അത് ഞങ്ങൾ വന്നാൽ പിരിച്ചുവിടുമെന്ന് പറഞ്ഞു. അവർ വന്നിട്ട് പിരിച്ചുവിടുകയും ചെയ്തു. ആ കൗൺസിലിൽ ഭൂരിപക്ഷം ലഭിച്ച ആവേശത്തോടു കൂടി 6 മാസം മുമ്പേ ഇടതുപക്ഷ മുന്നണി ഇലക്ഷൻ പ്രഖ്യാപിച്ചു. ഈ അസംബ്ലിയിലേക്കുള്ള ഇലക്ഷൻ പ്രഖ്യാപിച്ചു. പക്ഷേ ഇടതുപക്ഷം തോറ്റു ആ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാശിയും കണക്കും വെച്ചുകൊണ്ട് LDF-നും അബദ്ധം പറ്റിയിട്ടുണ്ട്, UDF-ന് പൊതുവെ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കണക്ക് നോക്കുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സീറ്റിൻ്റെ എണ്ണവും ലഭിച്ചത് മാത്രം വെച്ചിട്ടല്ല. അത് ആ സാഹചര്യത്തിലെ രാഷ്ട്രീയമാണ് അതിനെ നിർണ്ണയിച്ച ഒരു ഘടകം. പക്ഷേ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ നിർണ്ണയിക്കാൻ പോകുന്നത്
10 വർഷത്തെ LDFിൻ്റെ ഭരണം തന്നെയാണ്. അത് എല്ലാ മേഖലകളിലും വിഹരിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ച് അവർ പരിശോധിക്കും. എന്തൊക്കെയാണ് അവരുടെ മേഖലയിൽ ഉണ്ടായ മാറ്റം എന്നുള്ളത്, പൊതുവായി നാട്ടിലുണ്ടായ മാറ്റം എന്താണെന്ന് പരിശോധിക്കും. അങ്ങനെ വരുമ്പോൾ 2 പ്രാവശ്യത്തെ പിണറായി സർക്കാർ കേരളത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. ഇന്ന് ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളുമായിട്ട് നമുക്ക് വലിയ തോതിൽ താരതമ്യമില്ല. പല കാര്യങ്ങൾക്ക് നമുക്ക് താരതമ്യം ചെയ്യാനേ പറ്റില്ല അവരുമായിട്ട്. അത്രമാത്രം നമുക്ക് മാറ്റം ഉണ്ടായി. ആ മാറ്റം ത്വരിതപ്പെടുത്തുകയും അത് കൂടുതൽ മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് LDF ലക്ഷ്യമെടുത്തത്. അതുകൊണ്ട് 100 സീറ്റ് എന്നുള്ളതല്ല, 100 സീറ്റ് കിട്ടത്തില്ല എന്നുള്ളതാണ് ശ്രീമതി UDF ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള സീറ്റ് അവർക്ക് ലഭിക്കില്ല എന്നുള്ളത് വളരെ ആത്മവിശ്വാസത്തോടുകൂടി എനിക്ക് പറയാൻ കഴിയും. ശരി, അടുത്ത ഇപ്പോ നോക്കൂ, അണികളെ ആത്മവിശ്വാസത്തിലാക്കാൻ, അണികളെ വിശ്വാസത്തിലെടുക്കാൻ, നേതാക്കൾക്ക് ഒരു ആർജവം ഉണ്ടാക്കാൻ എന്ന രീതിയിൽ പറയുന്നതാണ് UDFന്റെ 100 സീറ്റിന്റെ കണക്ക് എന്നുള്ളതാണ് CPM വിലയിരുത്തുന്നത്. ഇപ്പൊ നോക്കൂ, നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ മണ്ഡലങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ ഒരു 4 സീറ്റാണ് UDF പ്രതീക്ഷിക്കുന്നത്. നിലവിലുള്ളത് 1 സീറ്റാണേ. തിരുവനന്തപുരം സെൻട്രൽ പ്രതീക്ഷ വെക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് BJP ആണ്, അതിന് തൊട്ടു പിന്നിൽ CPM ആണ്, 3ാം സ്ഥാനത്താണ്. അപ്പോൾ ആ വോട്ടിംഗ് പാറ്റേൺ, ഇപ്പോൾ തദ്ദേശത്തിൽ നിന്ന് ലഭിച്ച ആർജവം, ആത്മവിശ്വാസമാണ് ഉണ്ടാകുന്നത് എങ്കിൽ തിരുവനന്തപുരത്ത് 4 സീറ്റ് പ്രതീക്ഷിക്കുമ്പോൾ അവിടെ കോർപ്പറേഷൻ ഇലക്ഷൻ്റെ റിസൾട്ട് എന്താണ് എന്ന് കോൺഗ്രസിന് അറിയാം. അതിനപ്പുറം ഇതിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നൊരു ഫാക്ടർ എന്താണെന്നാണ് UDF വിചാരിക്കുന്നത്? ഒന്ന്, അണികൾക്ക് ആത്മവിശ്വാസം കൊടുക്കുവാൻ ഇത്തരമൊരു 100 സീറ്റിൻ്റെ പ്രഖ്യാപനം നടത്തേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. കാരണം അണികൾ വളരെ ആത്മവിശ്വാസത്തിലാണ്. അതിന് കാരണം കേരളത്തിൽ അണികളുടെ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ പ്രാദേശിക നേതാക്കന്മാരുടെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഇപ്പോൾ കഴിഞ്ഞുപോയ തിരഞ്ഞെടുപ്പിൽ 505 ഗ്രാമപഞ്ചായത്തുകൾ വിജയിച്ചിരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയാണ്. ബഹുഭൂരിപക്ഷം മുനിസിപ്പാലിറ്റികളിൽ ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പമാണ്. ജില്ലാ പഞ്ചായത്തുകളിൽ 7 ജില്ലാ പഞ്ചായത്തുകൾ, ഒരു ജില്ലാ പഞ്ചായത്ത് മാത്രം ഉണ്ടായിരുന്ന UDFന് 7 ജില്ലാ പഞ്ചായത്തുകളാണുള്ളത്. കൊല്ലം ഉൾപ്പെടെ നാളെ ഇതുവരെ ജയിച്ചിട്ടില്ലാത്ത കോർപ്പറേഷനുകളിൽ UDF വിജയിച്ചു. അപ്പോൾ അണികൾക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കുവാൻ ഇങ്ങനെ 100 സീറ്റ് ലഭിക്കണം എന്ന് പറയേണ്ട കാര്യമില്ല. അണികൾ വളരെ കൃത്യമായി തന്നെ കോൺഗ്രസിൻ്റെയും ഐക്യജനാധിപത്യ മുന്നണിയുടെയും പ്രാദേശിക ഘടകങ്ങളും പ്രാദേശിക നേതാക്കന്മാരും ആത്മവിശ്വാസത്തിൻ്റെ ഉത്തുംഗ ശൃംഖത്തിലാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ അതുകൊണ്ട് അത്തരം ഒരു പ്രഖ്യാപനത്തിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾ 100 സീറ്റിന് മുകളിൽ ജയിക്കും എന്നത് അതിന് ഞങ്ങൾക്ക് കൃത്യമായ രീതിയിലുള്ള പഠനം ഞങ്ങളുടെ മുമ്പിലുണ്ട്, കൃത്യമായ കണക്കുകൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. അതിനെല്ലാം അപ്പുറത്ത് ജനങ്ങളിലുള്ള പരിപൂർണമായ വിശ്വാസവും ഞങ്ങൾക്കതിനുള്ള കരുത്ത് പകരുന്നുണ്ട്. മാധു ആര് പറഞ്ഞു തിരുവനന്തപുരത്ത് ഞങ്ങൾ 4 മാത്രമേ ജയിക്കുകയുള്ളൂ? തിരുവനന്തപുരത്ത് 4 സീറ്റല്ല ഞങ്ങൾ ജയിക്കാൻ പോകുന്നത്. തിരുവനന്തപുരത്ത് നിരവധി സീറ്റുകൾ ഞങ്ങൾ ജയിക്കും. ഇപ്പോൾ തന്നെ കോളം ഞങ്ങളോടൊപ്പമാണ്. അരുവിക്കര ചെറിയ മാർജിനാണ് പരാജയപ്പെട്ടത്. അതുപോലെ തന്നെ വിവിധ നിയോജക മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഞങ്ങൾ 4 സീറ്റല്ല ജയിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ അതിൻ്റെ എണ്ണം ഞാൻ പറയുന്നില്ല. വളരെ കൃത്യമായ റിപ്പോർട്ടുകൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. അത് ലോക്കൽ ബോഡിയുടെ ട്രെൻഡ് മാത്രമല്ല, ലോക്കൽ ബോഡിയിലെ ട്രെൻഡ് അല്ല ലോക്സഭയിലെ ട്രെൻഡ്, ലോക്സഭയിലെ ട്രെൻഡ് അല്ല നിയമസഭയിലെ ട്രെൻഡ്. ഞങ്ങൾ ലോക്സഭയിൽ ഞങ്ങൾക്ക് വളരെ മികച്ച വിജയം തിരുവനന്തപുരത്ത് ലഭിച്ചു. ലോക്കൽ ബോഡിയെ സംബന്ധിച്ച് ഞങ്ങൾ മുന്നോട്ട് പൊരുതി കയറുകയാണ് ചെയ്തത്. നിയമസഭയിൽ എത്തിക്കഴിയുമ്പോൾ ഇതിലും ബെറ്റർ റിസൾട്ട് ആയിരിക്കും തിരുവനന്തപുരത്ത് ഉണ്ടാവുന്നത്. തിരുവനന്തപുരത്ത് മാത്രമല്ല, 14 ജില്ലകളിൽ ഇതിനപ്പുറത്തേക്കുള്ള ഒരു ഫലം കിട്ടുന്ന കാരണം, ഒരു ഫാക്ടർ എന്താണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഞങ്ങൾക്ക് ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ അത് ഒന്നാമത്തെ കാര്യം 2-3 ഘടകങ്ങളുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഒന്ന്, കഴിഞ്ഞ 10 വർഷമായി ഭരിച്ചിരിക്കുന്ന ഗവൺമെൻറ്റിനെതിരെ അതിശക്തമായ ജനവികാരമുണ്ട് എന്നത് വളരെ കൃത്യമായൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഞങ്ങളുടെ വിജയങ്ങളൊന്നും ഫ്ലൂക്കല്ല. അത് ആദ്യം അത് മനസ്സിലാക്കണം. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കൊരു കൃത്യമായ ഹോംവർക്ക് ഉണ്ടായിരുന്നു. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ വിജയം മിഷൻ 2025ൻ്റെ വിജയമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 4-5 തീയതികളിൽ മിഷൻ 2026 ഞങ്ങൾ വയനാട്ടിൽ ഞങ്ങളുടെ കോൺക്ലേവ് കഴിഞ്ഞു. ഇതിനു മുമ്പ് ഒരു വർഷത്തിന് മുമ്പ് ഞങ്ങൾ കൃത്യമായി വയനാടിൽ കൂടിയ മിഷൻ 2025 ഉണ്ടായിരുന്നു. അവിടെ കൃത്യമായൊരു സംഘടനാ റോഡ് മാപ്പ് അവിടെ ആവിഷ്കരിക്കപ്പെട്ടു. അത് കൃത്യമായ രീതിയിൽ നടപ്പിലാക്കപ്പെട്ടു. വാർഡ് കമ്മിറ്റികൾ, കുടുംബ സംഗമങ്ങൾ, വോട്ടർ പട്ടികയിലെ പേര് ചേർക്കലുകൾ, ഭവന സന്ദർശനങ്ങൾ, സോഷ്യൽ എഞ്ചിനീയറിങ്, അതോടൊപ്പം തന്നെ
കൃത്യമായ രീതിയിലുള്ള രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ രൂപീകരണം ഇതെല്ലാം രൂപീകരിക്കപ്പെട്ടതാണ്. അതിനുശേഷം ആ മിഷനപ്പുറത്ത് സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള തീരുമാനങ്ങളുമുണ്ട്. അപ്പോൾ അത് കൃത്യമായി ആസൂത്രണം ചെയ്യപ്പെട്ട് കൃത്യമായി ആസൂത്രണം ചെയ്തത് പദ്ധതി നടപ്പിലാക്കി നേടിയെടുത്ത വിജയമാണ്. എന്ന് പറയുന്നത് പോലെ അടുത്ത മിഷൻ 2026 കേരള നിയമസഭയിൽ 100-ൽ കൂടുതൽ, 100അല്ല വളരെയധികം, കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു മുന്നേറ്റത്തിനുള്ള കൃത്യമായ പ്രവർത്തന പദ്ധതിയുമായിട്ടാണ് UDF മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രവർത്തന പദ്ധതിക്കൊപ്പം ഗവൺമെൻറ്റിനെതിരെ നിലനിൽക്കുന്ന അതിശക്തമായ ജനവികാരം, ഒരു സംശയക്കാര്യത്തിൽ വേണ്ട, പ്രാദേശികമായിട്ടൊക്കെ തന്നെ ചില സ്ഥലങ്ങളിൽ LDF വിജയിക്കാൻ സാധിച്ച അവരുടെ സ്ഥാനാർത്ഥികളുടേതായ പ്രാദേശിക ബന്ധങ്ങൾ കൊണ്ട് മാത്രമാണ്. ഞങ്ങൾ അങ്ങനെ അസസ് ചെയ്യുന്നുണ്ട്. പഠിച്ചു വരുമ്പോൾ ചില സ്ഥലങ്ങളൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിലെ വിജയം എന്താണ്? കോഴിക്കോട് കോർപ്പറേഷനിൽ BJPയെ വിജയിപ്പിക്കാൻ വേണ്ടി ചെറിയ വാർഡുകൾ ആസൂത്രിതമായി സൃഷ്ടിച്ച് UDF സീറ്റുകളെ കുറയ്ക്കുവാൻ CPM ശ്രമിച്ചു. അതേ കാര്യം തിരുവനന്തപുരത്തുമുണ്ട്. എന്നിട്ട് പോലും ഒരു 650 വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാണ് കോഴിക്കോട് കോർപ്പറേഷനുള്ളത്. ഞങ്ങൾ ജയിക്കുമായിരുന്നു. ചില പ്രാദേശിക സ്ഥാനാർത്ഥികൾ CPMൻ്റെ ഗുണമുള്ളവരായതുകൊണ്ട് അവരെ ജയിച്ചു എന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷൻ ഞങ്ങൾ ജയിക്കുമായിരുന്നു. ജില്ലാ പഞ്ചായത്തിലും ഇത് തന്നെയാണ് സ്ഥിതി. ഇപ്പോൾ ആലപ്പുഴയിലൊക്കെ തന്നെ ജില്ലാ പഞ്ചായത്തിൽ ചില സീറ്റുകൾ നഷ്ടം 200, 350. ചരിത്രത്തിൽ വമ്പൻ ഭൂരിപക്ഷത്തിൽ എന്നും CPM ജയിച്ചുകൊണ്ടിരുന്ന ജില്ലാ പഞ്ചായത്തുകളിൽ വളരെ ചുരുങ്ങിയ മാർജിനുകൾ സീറ്റ് നഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ ആലപ്പുഴയിലും വിജയത്തിലേക്ക് കടക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകുമായിരുന്നു, എനിക്കറിയാം. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വിജയം ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം ഞങ്ങൾക്ക് വിജയത്തിലേക്ക് എത്തുവാൻ കൃത്യമായൊരു പ്രവർത്തന പദ്ധതിയുണ്ട്, ശക്തമായ നേതൃത്വമുണ്ട്. അതായത് ഏകശക്തപതിയായി നിൽക്കുന്ന ഒന്നല്ല, നേതൃവൈവിധ്യം ഞങ്ങൾക്കുണ്ട്. അതോടൊപ്പം ഗവൺമെന്റിനെതിരെ അതിശക്തമായ ജനവികാരമുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുള്ളിൽ തന്നെ അവരുടെ നേതൃത്വത്തിനെതിരെ ശക്തമായ വികാരമുണ്ട്. ശരി, ഞാൻ അതിലേക്ക് വരാം. ശ്രീ ടി പി ചന്ദ്രബാസ്, ഇപ്പോൾ ഡോക്ടർ PK ഗോപൻ പറഞ്ഞത് 10 വർഷത്തെ ഭരണ മികവ് അന്താരാഷ്ട്ര തലത്തിൽ കേരളത്തിന്റെ യശസ് ഉയർത്തുകയും അതിന്റെ ഫലമായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും LDFന് അനുകൂലമായ തരംഗമുണ്ടാകും എന്നുമാണ്. അഡ്വക്കേറ്റ് M. ലിജു പറഞ്ഞത് 10 വർഷത്തെ ഭരണത്തിൽ നിന്നുണ്ടായ ഭരണവിരുദ്ധ വികാരം ഏറ്റവും കൂടുതലായി ഈ പറയുന്ന അദ്ദേഹം എണ്ണി പറഞ്ഞ എല്ലാ ഫാക്ടറുകൾക്കും അപ്പുറത്ത് പ്രതിഫലിക്കും എന്നുള്ളതാണ് അവർക്ക് പഠനങ്ങളിലൂടെ മനസ്സിലായത് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് 2019-ലെയും 2024-ലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇവിടെ ഒരു ഇതുവരെയുള്ള ഇലക്ഷൻ പാറ്റേൺ നോക്കുകയാണെങ്കിൽ വോട്ട് കേന്ദ്രത്തിലെ BJP സർക്കാരിന് എതിരെ വീഴുന്നത് പോലെ ഒരു പാറ്റേണാണ് ഉണ്ടാകുന്നതെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ആദ്യമായി MP ഉണ്ടായ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെയാണ് കഴിഞ്ഞു പോയത്. എന്നിരുന്നാൽ പോലും ഞാൻ മേജർ പാറ്റേണിൻ്റെ കാര്യമാണ് പറയുന്നത്. അതിലൊരു തർക്കം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അത് വിശദീകരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഗുണഭോക്താവ് ഇവിടെ കോൺഗ്രസ് ആണ്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഭരണവിരുദ്ധ ഇതുണ്ടാവുകയാണെങ്കിൽ, തരംഗമുണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പിൽ കിട്ടുന്നത് UDFനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വോട്ട് കിട്ടും? എന്താണ് നിങ്ങളുടെ ആത്മവിശ്വാസം? നോക്കൂ, കേരളം പരമ്പരാഗത രാഷ്ട്രീയ ചിന്താധാരയിൽ നിന്ന് മാറി തുടങ്ങിയിരിക്കുന്നു എന്ന് കഴിഞ്ഞ കുറച്ചു കാലമായി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പാറ്റേണിനെ കുറിച്ച് രാഷ്ട്രീയപരമായി വിശകലനം ചെയ്യുന്ന ആർക്കും ബോധ്യപ്പെടും. 2019, 2024 അതിനുശേഷം കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നത് അതിനു മുമ്പ് കേരളം നടന്നുകൊണ്ട് താങ്കൾ പറഞ്ഞ അതേ പാറ്റേണാണ്. ഭരണകക്ഷിക്കെതിരായുള്ള ഭരണവിരുദ്ധ വികാരം പ്രതിപക്ഷം പരമാവധി ഉപയോഗപ്പെടുത്തുകയും അവർ നേട്ടം കൊയ്യുകയും ചെയ്യുന്ന ഒരു രീതിയായിരുന്നു കേരളത്തിൽ വർഷങ്ങളായി ഉണ്ടായിരുന്നത്. എങ്കിൽ ഇത്തവണ കേരളം ദർശിച്ചത് എന്താണ്? പരമ്പരാഗത രാഷ്ട്രീയ ചിന്താധാരയിൽ നിന്ന്, സാമ്പ്രദായിക സമ്പ്രദായത്തിൽ നിന്ന് കേരളം മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഭരണസ്ഥിരാ കേന്ദ്രത്തിൻ്റെ നെടുനായകത്വം ദേശീയതയോടൊപ്പം നീങ്ങാൻ തയ്യാറെടുത്തിരിക്കുന്നു. മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലുമുള്ള മുന്നേറ്റം ഒരു തരത്തിൽ ഭരണവിരുദ്ധ വികാരം എക്കാലവും കൂടെ കൊണ്ടു നടന്നിരുന്ന ആളുകൾക്ക് നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. നോക്കൂ, 2025-ലെ ലക്ഷ്യത്തെക്കുറിച്ചാണ് കോൺഗ്രസിൻ്റെ സുഹൃത്ത് ചൂണ്ടിക്കാണിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ ഒരു പരിധിവരെ ശരിയുമാണ്. കാരണം അതിശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് കേരളത്തിലെ പൊതുജനങ്ങളും സാധാരണക്കാരും തൊഴിലാളികളും ആശുപത്രിവാസികളും എല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും ജീവിതം ദുസ്സഹമായ ഒരവസ്ഥയിൽ. നോക്കൂ, 2026-ന്റെ ആസൂത്രണ യോഗത്തിൽ ഡൽഹിയിൽ നിന്നും കൊണ്ടുവന്ന അവരുടെ കനകോലു എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. ലിജു സമ്മതിക്കുമോ എന്ന് എനിക്കറിയില്ല, അത് ഇന്ന് വളരെ ലഭ്യമാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? വിചാരിച്ചതുപോലെയുള്ള ഒരു മുന്നേറ്റം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്നത് എന്താണ്?
വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ ധ്രുവീകരണം സാമുദായിക ധ്രുവീകരണം കേരളത്തിലുണ്ടായിരിക്കുന്നു. ആ സാമുദായിക ധ്രുവീകരണത്തിൻ്റെ ഗുണഭോക്താക്കളായി മാറാൻ ചിലയിടങ്ങളിൽ സാധിച്ചിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരം അപ്പടി ഉപയോഗപ്പെടുത്തുകയും പ്രതിപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുകയുമായിരുന്നെങ്കിൽ തിരുവനന്തപുരത്ത് ഭരണത്തിൽ വരേണ്ടിയിരുന്നത് പ്രതിപക്ഷമായിരുന്ന കോൺഗ്രസ് ആയിരുന്നു. പകരം അതുമാത്രമല്ല, നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. നോക്കൂ, കോഴിക്കോട് തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. കോഴിക്കോട്ട് KPCCയുടെ ജനറൽ സെക്രട്ടറിക്കെതിരായിട്ട് മത്സരിച്ചത് ഒരു യുവമോർച്ച നേതാവിൻ്റെ വിജയവും മലാപ്പറമ്പിലെ വിജയവും ലിജു ഒന്ന് പഠന വിധേയമാക്കേണ്ടതാണ്. കോഴിക്കോട്ട് അത്തോളി ഗ്രാമപഞ്ചായത്ത് വർഷങ്ങളായി UDFന്റെ കൈവശം ഉണ്ടായിരുന്നതും ഇത്തവണ LDFന് തിരിച്ചു കിട്ടി. കോഴിക്കോട്ട് തന്നെയുള്ള ചേളന്നൂർ വർഷങ്ങളായി UDFന്റെ കൈപ്പിടിയിൽ ഒതുങ്ങി നിന്നിരുന്ന ഒരു പഞ്ചായത്തായിരുന്നു. അവിടെയും ഞാനിത് ഈ രണ്ട് ഉദാഹരണങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് സാമ്പ്രദായിക സമ്പ്രദായത്തിൽ നിന്നും ഭരണവിരുദ്ധ വികാരത്തെ അപ്പടി ഉപയോഗപ്പെടുത്തുകയായിരുന്നുവെങ്കിൽ കോഴിക്കോട്ടും തിരുവനന്തപുരത്തും ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രാമപഞ്ചായത്തുകളും വിജയിച്ച് മുന്നേറേണ്ടിയിരുന്നത് കോൺഗ്രസ് മുന്നണിയായിരുന്നു. പകരം ഇന്ന് പുറത്തു വരുന്ന വാർത്തകൾ എന്താണ്? ഇനി ലിജു പറയുന്ന അത്ര ആത്മവിശ്വാസമുണ്ടെങ്കിൽ ലിജു ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ എന്തിനാണ് ഇടതുപക്ഷത്തെയും NDAയിലെയും ഘടകകക്ഷികൾ വരുന്നതും കാത്ത് വാതിലും തുറന്ന് അത് വരുന്നതും തുറക്കുന്നതും കാത്തിരിക്കുന്നതും തെറ്റല്ല. പക്ഷേ ഇത് പരസ്യമായി പറയേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ അത്ര ആത്മവിശ്വാസം നേതൃത്വത്തിനുണ്ടോ? അണികളെ അല്പം ആവേശം കൊള്ളിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള വാചാടോപങ്ങളായിട്ട് ഇത് കാണേണ്ടിയിരിക്കുന്നുവോ? മാത്രവുമല്ല, ഈ വിജയം കോൺഗ്രസ് ദുർബലമാവുകയും ചില സാമുദായിക ധ്രുവീകരണത്തിൻ്റെ ഫലമായി കേരളത്തിൽ ചില ആളുകൾ പിടിമുറുക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഉണ്ടാകുന്നുവോ? നോക്കൂ, കോൺഗ്രസ് ശക്തമാകുന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസ് അണികൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു വികാരവും കൂടി ലിജു കണ്ടിട്ടുണ്ടോ? മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നോക്കൂ, നിങ്ങൾ എറണാകുളത്ത് മുസ്ലിം ലീഗിന് ഒരു ഉപാധ്യക്ഷ സ്ഥാനം കൊടുത്തു. ആകെ 3 ജയമുണ്ടായി. നിങ്ങളുടെ ആദ്യ നേട്ടം പോയതൊന്നും ഞാൻ തർക്കിക്കുന്നില്ല. പക്ഷെ മലപ്പുറത്തെ കോൺഗ്രസ്സുകാർക്കിടയിൽ കടുത്ത അമർഷമില്ല. ഒരു വൈസ് പ്രസിഡന്റ് സ്ഥാനം പോലും 23 ലീഗിന് കിട്ടിയപ്പോൾ 10 നിങ്ങൾക്ക് ലഭിക്കുകയും ഒരു വൈസ് പ്രസിഡന്റ് സ്ഥാനം പോലും തരാത്തതിൽ അവർക്ക് അതൃപ്തി ഉണ്ടോ? മറിച്ച് പലയിടത്തും പിടിമുറുക്കുന്നു. സീറ്റുകൾ നിങ്ങൾക്ക് വീണ്ടും മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കേണ്ടി വരുന്നു. ഘടകകക്ഷികൾ കൂടുതൽ പിടിമുറുക്കുകയും ഞങ്ങൾ ഈ ലഭിച്ചിരിക്കുന്ന വിജയം മറ്റെന്തിനോ ഉള്ള ത്വരയാണ് എന്ന തരത്തിലേക്ക് കോൺഗ്രസ് അണികൾക്കിടയിൽ പോലും ഒരു അതൃപ്തി പുകഞ്ഞു വരുന്നുണ്ടോ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളിൽ മാധു ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കേരളം ഈ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചിരിക്കുന്നത് ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള ചിന്തിക്കലാണ്. അവരുടെ രണ്ടുപേരുടെയും അഭിപ്രായത്തിനെ കുറിച്ച് പറയാനാണ് എന്നുള്ളത് കൊണ്ട് അത് ശരി. അതിനൊപ്പം ശ്രീ TP ചന്ദ്രൻ മാസ്റ്റർ, ഇപ്പൊ നോക്കൂ, 100 സീറ്റ് എന്ന പ്രതീക്ഷ UDF മുന്നോട്ട് വെക്കുന്നു. 100-ൽ പൊട്ടും എന്നുള്ളത് CPM പറയുമ്പോൾ അതായത് 100 സീറ്റുകളും തങ്ങളുടേതാണ്, 40 സീറ്റ് ചിലപ്പോൾ UDFന് കിട്ടിയേക്കും എന്നുള്ളതാണല്ലോ അവർ പറയുന്നത്. നിങ്ങൾക്ക് എത്ര സീറ്റ്, ഏതൊക്കെയെന്ന് നിങ്ങളുടെ പ്രതീക്ഷ? തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ജയിക്കാനും ഭരിക്കാനും തന്നെയാണ് മാധു. പക്ഷെ കേരളം നമുക്കറിയാം വളരെ ഗ്രാജുവലായിട്ടാണ് BJPയുടെ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത്. നോക്കൂ, ശക്തമായ കോട്ട കൊത്തളങ്ങളിലേക്കുള്ളൊരു കടന്നുകയറ്റം നമുക്ക് കാണാൻ സാധിക്കും. തെക്കൻ ജില്ല എടുത്തു നോക്കൂ, തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, ഈ മേഖലകളിലൊക്കെ കഴിഞ്ഞ കാലം വിഭിന്നമായുള്ള വലിയൊരു മുന്നേറ്റം BJPക്ക് ദർശിക്കാൻ സാധിച്ചില്ലേ? ഇങ്ങ് വടക്കോട്ട് വരുമ്പോൾ കണ്ണൂർ മുനിസിപ്പാലിറ്റി, കോഴിക്കോട് മുനിസിപ്പാലിറ്റി, കാസർഗോഡ് ജില്ലയിലെ പ്രബലമായ ഭാഗങ്ങൾ, ഇവിടെയൊക്കെ നോക്കുമ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് BJPയുടെ ശക്തമായ ഒരു മുന്നേറ്റവും സാമ്പ്രദായിക രാഷ്ട്രീയ കോട്ടകളിൽ കടന്നു കയറുകയും ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു പ്രകടമായ സൂചനയായിട്ടാണ് BJP വിലയിരുത്തുന്നത്. മാത്രമല്ല, ഒരു കാര്യം പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ മാധു, നമുക്ക് ആർക്കെങ്കിലും തോന്നിയിരുന്നോ തൃശ്ശൂരിൽ BJPയുടെ ഒരു MP വിജയിച്ച് മുന്നേറുമെന്ന് നമ്മൾ ആരെങ്കിലും പ്രവചിച്ചിരുന്നോ? തിരുവനന്തപുരത്ത് ഇതേമാതിരി ഒരു മുന്നേറ്റം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല. അപ്പൊ ഞാൻ പറയുന്നത്, ജനങ്ങൾ ആ അർത്ഥത്തിലേക്കുള്ള ഒന്നിന് പകരം മറ്റൊന്ന് എന്ന രീതിയിൽ നിന്നും കേരളം മാറി ചിന്തിക്കാൻ തുടങ്ങിയതിൻ്റെ സൂചനയായിട്ടാണ് ഇതൊക്കെ നമുക്ക് കാണുന്നത്. ഏതുപോലെയാണോ ഇപ്പം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന കേന്ദ്രങ്ങളെടുത്തു, ആസാമായാലും ബംഗാളായാലും സമാനമായുള്ള ഒരു തെരഞ്ഞെടുപ്പ് സമയമാണല്ലോ കേരളത്തിൽ നടക്കാൻ പോകുന്നത്. ഇവിടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് ഒരു മാറ്റമാണ്. സ്വാഭാവികമായിട്ടും അത്തരമൊരു വലിയ മുന്നേറ്റമാണ് കേരളത്തിൽ. സീറ്റുകളുടെ എണ്ണത്തെക്കുറിച്ചൊന്നും തെരഞ്ഞെടുപ്പിന് മുമ്പ് അവകാശവാദം ഇപ്പം ആരായാലും
എല്ലാവരും പറയുന്നത് കണക്ക് കൂട്ടിയാൽ കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങൾ മതിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് കൃത്യമായി ഭരണത്തെ നിയന്ത്രിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു മുന്നേറ്റം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകും. വരാൻ പോകുന്ന നാളുകളിലേക്ക് കേരള രാഷ്ട്രീയത്തിന്റെ മാറ്റത്തിന്റെ ഭരണത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മുന്നേറ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ ഒരു സഖ്യകക്ഷി സർക്കാർ ഉണ്ടാക്കും എന്നാണോ? ഇതിപ്പോ മുമ്പ് നിങ്ങളുടെ മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ കുറ്റുനോക്കിയുള്ള സഖ്യസാധ്യത പ്രഖ്യാപനമാണോ? മാധു എഴുതാപ്പുറം വായിക്കണ്ട, അല്ല പറഞ്ഞതിന്റെ നോക്കൂ. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും നമ്മൾ വിലയിരുത്തിയത് 23 സീറ്റ് പഞ്ചായത്ത് BJP ഭരിക്കുമെന്നായിരുന്നു. BJP ഇന്ന് പ്രസിഡന്റായിരിക്കുന്നത് 30 പഞ്ചായത്തിലാണ്. 30 പഞ്ചായത്തിലേക്ക് BJPയുടെ അംഗത്വം എടുക്കാൻ കാരണം എന്താണ്? മറ്റു പലയിടത്തും ഇവർ സമാസമം നിന്നപ്പോൾ ഒരു മൂന്നാമത്തെ കക്ഷിയുടെ മുന്നേറ്റം ഉണ്ടായി. ഇപ്പം നോക്കൂ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, പശ്ചിമ ബംഗാളും ത്രിപുരയും പോലുള്ള പ്രദേശങ്ങളിലുണ്ടായ രാഷ്ട്രീയ മാറ്റത്തിന് കേരളത്തിനും സാക്ഷ്യം വഹിക്കേണ്ടി വരില്ലേ? ഓക്കെ, ശരി. ആ തരത്തിലുള്ള ഒരു വലിയ മുന്നേറ്റം BJP കേരളത്തിൽ നടത്തുമ്പോൾ അപ്രതീക്ഷിതമായ നേട്ടം BJPക്ക് ഉണ്ടാകും. ശരി മാഷ, അതില് അങ്ങ് പ്രക്ഷുബ്ധനാവേണ്ടതില്ല. ഭരിക്കും എന്നൊരു രാഷ്ട്രീയ പാർട്ടി പറയുന്നത്, പ്രത്യേകിച്ച് 3 മുന്നണികൾ സജീവമായൊരു സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് ഭരിക്കും എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ഭരണത്തെ നിയന്ത്രിക്കും എന്ന് പറയുകയാണെങ്കിൽ സ്വാഭാവികമായും സഖ്യകക്ഷി സർക്കാർ എന്ന നിലയ്ക്ക് നിങ്ങളതിനെ കാണുന്നുണ്ടാകും എന്നത് എനിക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഞാൻ ഈ ചേർന്നിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ശരി, വരാം. ശ്രീ എം ലിജു, അല്ല ഡോക്ടർ പി കെ ഗോപനിലേക്കാണ് പോകേണ്ടത്. ഡോക്ടർ പി കെ ഗോപൻ, അപ്പോൾ അങ്ങ് അന്താരാഷ്ട്ര തലത്തിൽ ഖ്യാതിയുള്ള ഒരു സർക്കാർ അതിന് അനുകൂലമായ വിധിയെഴുത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് പറയുമ്പോൾ ശക്തമായ ഭരണവിരുദ്ധ വികാരം ഞങ്ങൾക്ക് അനുകൂലമാകും എന്നുള്ളതാണ് UDF വ്യക്തമാക്കുകയും ചെയ്ത് അങ്ങ് കേട്ടിട്ടുണ്ടായിരിക്കും. നോക്കൂ, ഇപ്പോൾ കൊല്ലം കോർപ്പറേഷൻ, ഞാൻ തിരുവനന്തപുരം നേരത്തെ സംസാരിച്ചതുകൊണ്ട് പറഞ്ഞതാണ്, കൊല്ലം കോർപ്പറേഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. പതിറ്റാണ്ടുകൾ കോട്ടയായിരുന്ന ഇടത്ത് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത തിരിച്ചടിയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. പാറ്റേൺ വ്യത്യസ്തമാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും മാറ്റിക്കുത്താൻ ജനം തയ്യാറായി എന്നുള്ളതാണ്. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് കുത്തി ശീലിച്ച മനുഷ്യരുടെ ഒരു ശീലം അങ്ങേക്ക് ഞാൻ പറഞ്ഞു തരേണ്ടതില്ല, അങ്ങയുടെ സ്ഥലം കൂടിയാണല്ലോ. മാറ്റിക്കുത്താൻ ജനം തയ്യാറാകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ലേ കൊല്ലത്ത് നിന്ന്? ആ പാറ്റേൺ തുടരും എന്നത് വിചാരിക്കുന്നുണ്ടോ, അതോ അതിനെ അതിജീവിക്കാൻ ഈ കുറച്ച് മാസങ്ങൾ കൊണ്ട് സാധിക്കുമോ? എങ്ങനെ? ശ്രീമാത മാധു, അങ്ങ് പറഞ്ഞ കൊല്ലം കോർപ്പറേഷൻ തന്നെ എടുത്താൽ കൊല്ലം അസംബ്ലി മണ്ഡലത്തിൽ LDFന് ഭൂരിപക്ഷമാണ് ഇപ്പോഴും. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നോക്കിയപ്പോൾ കൊല്ലം കോർപ്പറേഷൻ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും ആ നഷ്ടപ്പെട്ടത് അംഗീകരിച്ചാൽ മതിയാവും. സാമാന്യം മോശമല്ലാത്തൊരു തോൽവി ഞങ്ങൾക്ക് കൊല്ലം കോർപ്പറേഷനുണ്ടായി. പിന്നെ കൊല്ലത്ത് മുനിസിപ്പാലിറ്റി നേരത്തെ കോൺഗ്രസ് ഭരിച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ അതിനുശേഷമാണ് കോൺഗ്രസിൻ്റെ ഭരണം കിട്ടാതിരുന്നത്. അപ്പോൾ കൊല്ലം കോർപ്പറേഷൻ UDFന് കിട്ടുമ്പോൾ തന്നെ കൊല്ലം അസംബ്ലി മണ്ഡലത്തിലെ വോട്ടിംഗ് പാറ്റേൺ LDF കൂടുതലാണ്. അതുകൊണ്ട് ഈ കോർപ്പറേഷൻ്റെ വെച്ചുകൊണ്ട് നമുക്ക് അസംബ്ലി ഇലക്ഷനെ നമുക്ക് അളക്കേണ്ട കാര്യമില്ല. ഇനി രണ്ടാമത്, ഇവിടെ ഭരണവിരുദ്ധ വികാരത്തെക്കുറിച്ചാണ് രണ്ടുപേരും പറഞ്ഞത്. ഈ കനകോലു എന്ന് പറയുന്ന ആള് ആദ്യം BJPയുടെ ഇലക്ഷൻ പ്രൊപ്പഗൻഡ നിശ്ചയിച്ച ആളാണ്. വലിയ പൈസ കൊടുത്തിട്ടാണ് അങ്ങോട്ട് ഒരു ഏജൻസിയെ നിശ്ചയിച്ചത്. അത് കോൺഗ്രസ് റാഞ്ചി എടുത്തിട്ടാണ് കോൺഗ്രസുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കനകോലുവിനെ പെട്ടെന്ന് AICC മെമ്പറാക്കുകയാണ്. AICC മെമ്പറാക്കി ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെയാണ് ഈ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം വയനാട്ടിൽ കൊടുത്ത റിപ്പോർട്ട് എന്താ? നിങ്ങൾ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതല്ലേ? അദ്ദേഹം പറഞ്ഞതാണ് ഭരണവിരുദ്ധ വികാരമില്ല. അതല്ല ഇപ്പം UDFന് കിട്ടിയ വോട്ട് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഇനി ഒരു കമ്പനി ഉണ്ടാക്കി ആ കമ്പനി മാർക്കറ്റിൽ ഉൽപ്പന്നം ഇറക്കും. ആ ഉൽപ്പന്നത്തിന് പരസ്യവാചകം എഴുതി കൊടുക്കുക, അതിനെ പ്രൊമോട്ട് ചെയ്യുക, ഇതെല്ലാം കോർപ്പറേറ്റുകളുടെ പൊതു സ്വഭാവമാണ്. പക്ഷേ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ജനങ്ങൾക്ക് ആവശ്യം എന്താണ്, അവർക്ക് വേണ്ടുന്നത് എന്താണ്, അവരുടെ പുരോഗതിക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ജനങ്ങളിൽ നിന്ന് പഠിച്ചിട്ടാണ് മുദ്രാവാക്യം സ്വരൂപിക്കുന്നതും പദ്ധതികൾ ആവിഷ്കരിക്കുന്നതും. ഇവിടെ കോൺഗ്രസ് ചെയ്യുന്നത് കനകോലു എന്ന് പറയുന്ന ഒരു ബഹിരാഷ്ട്ര കമ്പനിയുടെ ഏജന്റിനെ പോലെ പ്രവർത്തിക്കുന്ന ഒരാളെ കേരളം പോലെ കോൺഗ്രസിൻ്റെയും എത്രയോ മഹാരഥകളായിട്ടുള്ള നേതാക്കന്മാരുണ്ടായ ഒരു സ്ഥലമാണ് കേരളത്തിൽ കോൺഗ്രസ്സിന്. കാരണം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് കോൺഗ്രസ്സിന് നല്ല സുന്ദരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആശയ വ്യക്തതയുള്ള ഒരുപാട് ലീഡർഷിപ്പ് കോൺഗ്രസ് ഇവിടെ ഉണ്ടായിരുന്നിട്ടുണ്ട്.
ഇപ്പോഴും കോൺഗ്രസിനകത്ത് അത്ര ആ നിരയിൽപ്പെട്ട ആളുകളില്ലെങ്കിലും അപൂർവം ചിലരെങ്കിലും കോൺഗ്രസിന് നല്ല മികച്ച നേതാക്കന്മാർ കേരളത്തിൽ കോൺഗ്രസിനുണ്ട്. അത്തരം ആളുകൾക്ക് കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും വലിയ തോതിൽ ഈ 7 സ്റ്റാർ റിസോർട്ടിലാണ് ഇപ്പോൾ ഈ സമ്മേളനം ചേർന്നത്. അതായത് ഒരു മുറിക്ക് 40,000 രൂപ വരെ ദിവസ വാടകയുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് ഈ സമ്മേളനം ചേരുന്നത്. അതും കനകോലുവിൻ്റെ പ്രദേശമായിരിക്കും. അങ്ങനെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നടത്തിയ ലക്ഷ്യം എന്ന് പറയുന്ന ശില്പശാലയിൽ അവിടെ ഇത്തരം പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും കനകോലുവിൻ്റെ സഹായം വേണം. അതായത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾക്ക് ബദലായി കനകോലുവിനെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഭരണവിരുദ്ധ വികാരം ഇല്ലെന്ന് പറഞ്ഞ ഇദ്ദേഹമാണ്. ഞങ്ങളല്ല പറഞ്ഞത്, ഞങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിനകത്ത് ഭരണവിരുദ്ധ വികാരം ഇല്ലെന്നാണ് അവരെ അദ്ദേഹം പഠിപ്പിച്ചിരിക്കുന്നത്. ഈ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നുള്ളതിൻ്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ അതിനകത്ത് ജില്ലാ പഞ്ചായത്തിൻ്റെ വോട്ട് നോക്കിയാൽ മതി ശ്രീമതി മാധു. ഇപ്പം BJPയുടെ ശ്രീ ജയചന്ദ്രൻ ചേട്ടൻ ഇവിടെ അദ്ദേഹം ഇവിടെ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾക്ക് കഴിഞ്ഞതിനേക്കാൾ മെച്ചമാണ് ഉണ്ടായെന്നാണ്. അവർക്ക് 3 ജില്ലാ പഞ്ചായത്ത് സീറ്റുണ്ടായിരുന്നു കേരളത്തിൽ നിലവിൽ, അതിപ്പോൾ 1 ചുരുക്കി. അവർക്ക് ഒരു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണം പോലും ലഭിച്ചിട്ടില്ല. അവർക്ക് ഉണ്ടായിരുന്നതിൽ കുറവുണ്ടായത്. പക്ഷെ തിരുവനന്തപുരത്ത് ഉണ്ടായ സാഹചര്യം എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ തിരുവനന്തപുരത്തുണ്ടായ ഈ മെച്ചം വെച്ചിട്ടാണ് അവർ മറ്റുള്ളതിനെല്ലാം അളക്കുന്നതെങ്കിൽ 25% വോട്ട് പിടിക്കാൻ ശ്രീമാൻ അമിത്ഷാ അവരോട് ആവശ്യപ്പെട്ടിട്ട് അവർ അതിനേക്കാൾ താഴെ വോട്ടിലാണ് നിൽക്കുന്നത്. ഇനി മാധു ചോദിച്ച ഒരു ചോദ്യം കൂടിയുണ്ട് ഇടയ്ക്ക് BJP സുഹൃത്തിനോട്, 35 സീറ്റിൻ്റെ സുരേന്ദ്രൻ്റെ കഥ. ആ 35 സീറ്റിൻ്റെ കഥ അദ്ദേഹം പറഞ്ഞത് മാധു പറഞ്ഞ പശ്ചാത്തലത്തിലല്ലെന്ന് മാത്രമേ ഉള്ളൂ. അത് സഖ്യം ഉണ്ടാക്കാനല്ല, അത് വിലക്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. അവരെല്ലാ സ്റ്റേറ്റിലും കുറച്ച് MP-മാരെ MLA-മാരെ എടുത്തു കഴിഞ്ഞാൽ ബാക്കി കോൺഗ്രസ് ജയിപ്പിച്ചു കൊടുക്കും. പൈസ കൊടുത്തേച്ചാൽ മതി, വലിയ തോതിൽ പൈസ കൊടുത്താൽ മതി. ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്. ശ്രീ ലിജുവിൻ്റെ വർത്തമാനത്തിനിടയിൽ അദ്ദേഹം വൈവിധ്യമാർന്ന നേതൃത്വ നിരയുണ്ട് എന്ന് പറഞ്ഞു. കേരളം പേടിക്കുന്ന ഒരു കാര്യം അതാ ശ്രീമതി മാധു. ശ്രീ K. കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ 5 വർഷം ഭരിക്കാൻ അദ്ദേഹത്തെ കോൺഗ്രസ് അനുവദിച്ചായിരുന്നോ? ശ്രീ AK ആന്റണി ഭരിക്കുമ്പോൾ 5 വർഷം ഭരിക്കാൻ അദ്ദേഹത്തെ കോൺഗ്രസ് അനുവദിച്ചോ? ശ്രീ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ അദ്ദേഹത്തെ ഭരിക്കാൻ അനുവദിച്ചോ? പ്രതിച്ഛായ ചർച്ച, മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞിട്ട് ബഹളമുണ്ടാക്കി കേന്ദ്രത്തിൽ നിന്ന് ആൾ വരുന്നു, മറ്റേത് വരുന്നു, മറിച്ചേത് വരുന്നു, എന്നിട്ട് 5 വർഷം ഭരിക്കാൻ ഒരു മുഖ്യമന്ത്രി അനുവദിക്കില്ല. അടുത്ത മുഖ്യമന്ത്രി ശ്രീ കരുണാകരനെ ഇറക്കി ശ്രീമാൻ ആന്റണി വന്നു, ആന്റണി ഇറക്കി ഉമ്മൻചാണ്ടി വന്നു, ഉമ്മൻചാണ്ടി ഇറക്കാൻ സമരം നടത്തി, അവസാനം 2ാം മന്ത്രിസ്ഥാനം എന്ന് പറഞ്ഞിട്ട് മന്ത്രിസഭയിലെ സെക്കൻഡ് ചീഫ് എന്ന് പറയുന്ന പദവി മേടിച്ചെടുത്തു. അതുപോലെ മുസ്ലിം ലീഗ് 5ാം മന്ത്രിസ്ഥാനത്തിന് വേണ്ടി വഴക്കുണ്ടാക്കി, സാമുദായിക സംഘടനകളുമായിട്ട് പ്രശ്നമുണ്ടാക്കി, അവർ ആവശ്യപ്പെടുന്നു. ഇങ്ങനെയുള്ള കലാപങ്ങൾ വല്ലോ 9.5 വർഷമായിട്ട് കേരളത്തിൽ നടക്കുന്നുണ്ടോ? നിശ്ചയദാർഢ്യമുള്ള വിൽപവറുള്ള കേരളത്തെ നയിക്കാൻ ശേഷിയുള്ള ഒരു നേതൃത്വനിര അവിടെ എല്ലാവർക്കും പരിഗണനയുണ്ട്. സാമൂഹ്യപരമായി നോക്കിയാൽ എല്ലാ ആളുകൾക്കും പരിഗണനയുണ്ട്. പക്ഷേ സമുദായത്തിന്റെ കീഴ്പ്പടിക്ക് നിന്നുകൊണ്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിൽ ജനങ്ങൾ ആഗ്രഹിച്ചത് ഒരു കാര്യത്തെ നമുക്ക് അഡ്രസ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതായത് കോൺഗ്രസിന്റെ നേതൃവൈവിധ്യം എന്നതിനെ CPM വലിയ തോതിൽ പരിഹസിക്കുന്നുണ്ട്. നിങ്ങൾ അതിനെ അങ്ങനെ പറയുമ്പോൾ, അതായത് ജയിച്ചാലും കൂട്ടത്തല്ലായിരിക്കും, മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള അടിപിടി കാണേണ്ടി വരും തുടങ്ങിയ കാര്യങ്ങൾ CPMന്റെ സൈബർ മേഖലകളിൽ, ഇടത് സൈബർ മേഖലകളിൽ സജീവമാണ്. ഇപ്പോൾ അപ്രിയമായത് പറയാതെ പോവുക എന്നൊക്കെ പറയുന്നത് എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ അത് നിങ്ങളും കേൾക്കുന്നുണ്ടാകുമല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ? ഇപ്പോൾ ഇന്നലെ VD സതീശനും രമേശ് ചെന്നിത്തലയും ഒരുമിച്ച് ഉള്ള ചില പോസ്റ്റുകൾ അടക്കമുള്ള കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ ഇപ്പോൾ ഞാൻ ഇനി അങ്ങനെ വേണമെങ്കിൽ ത്യാഗം സഹിക്കാൻ തയ്യാറാണ് എന്ന് VD സതീശൻ പറയുന്നതൊക്കെ കൃത്യമായി വരുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഒരു പ്രചാരണം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള അടിപിടി കാണേണ്ടി വരും UDF ഭരിക്കുകയാണെങ്കിൽ എന്നുള്ളത്. ഇപ്പോൾ ഇന്ന് AK ബാലൻ പറഞ്ഞ കാര്യം, UDF അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും എന്നടക്കമുള്ള അങ്ങനെയുള്ള പ്രചാരണങ്ങളെ നിങ്ങൾ എങ്ങനെ നേരിടും ഈ തെരഞ്ഞെടുപ്പിൽ? അതെനിക്ക് കുറച്ച് സമയം തരണം. കാരണം ഒരു കുറേ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടതുകൊണ്ട് അതിന് ഓരോന്നിനും മറുപടി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, എനിക്ക് വളരെയധികം ഒരു ഹാസ്യാത്മകമായി തോന്നിയൊരു സംഭവം, നിങ്ങൾ ഈ കനകലു എന്ന് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ശ്രീ സുനിൽ കനകലു കോൺഗ്രസിൻ്റെ ഒരു പാർട്ടി ഭാരവാഹിയും അതോടൊപ്പം തന്നെ പ്രൊഫഷണലായി ഇലക്ഷനെ നേരിടുന്നതിന് ഇലക്ഷൻ മാനേജ്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ നിങ്ങൾ ഈ തൊടുന്നതിനും പിടിക്കുന്നതിനുമെല്ലാം തന്നെ ഈ സുനിൽ കനകലു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇന്നലെ ഇതിപ്പോൾ മാധ്യമ റിപ്പോർട്ടുകളെക്കുറിച്ച് പറയുന്നു.
അങ്ങനെ ഒരു സംഭവമേ ഇല്ല മാധു. ശ്രീ സുനിൽ കനകലുവിനെ കോൺഗ്രസിനെ സഹായിക്കാൻ സാധിക്കുന്നത് പ്രൊഫഷണലായി ചിലപ്പോൾ ഡേറ്റ മാനേജ്മെൻറ്റ് പോലെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് നമ്മളെ സഹായിക്കാൻ സാധിക്കും. നവമാധ്യമ പ്രചരണങ്ങളിൽ ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് കോൺഗ്രസിനെ സഹായിക്കാൻ സാധിക്കും. അതിനപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ എന്ന പേരിൽ മാധ്യമങ്ങളിൽ പലതും പടച്ചുവിടുന്ന പലതും നുണയാണ് എന്നുള്ളതാണ് സത്യം. ഒരു തരത്തിലും അർത്ഥമില്ലാതെ. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ BJP വക്താവും CPM വക്താവും വളരെ ആധികാരികമെന്ന രീതിയിൽ എടുത്തു വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്തരം മാധ്യമങ്ങളിൽ വരുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ ചാനലിലോ യൂട്യൂബ് ചാനലിലൊക്കെ വരുന്ന കാര്യങ്ങളാണ് നിങ്ങൾ വളരെ ആധികാരികമെന്ന രീതിയിൽ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് അത്തരം ഒരു സ്ട്രാറ്റജിക് ടീം കോൺഗ്രസിലുണ്ടെന്ന് കരുതുക. അവർ റിപ്പോർട്ട് ചെയ്യുന്ന ആർക്കാണ്? അവർ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ റിപ്പോർട്ട് ചെയ്യും. കെ മുരളീധരൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എന്നോട് ക്ഷമിക്കണം കേട്ടോ ഇടപെടുന്നതിൽ, അങ്ങനോട് സമയം ചോദിച്ചാണ്. കെ മുരളീധരൻ പ്രതികരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് കനകോലി റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്, ഞങ്ങൾ മറ്റ് പലതരത്തിലുള്ള റിപ്പോർട്ടുകളും സർവേകളും അടിസ്ഥാനമാക്കിയിട്ടാണ് പറയുന്നത്. നോക്കൂ, നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവല്ലേ, അദ്ദേഹം നിഷേധിക്കുന്നില്ല. കോൺഗ്രസിനുള്ളിൽ വരുന്ന ഒരു കാര്യം പുറത്താരും അറിയാത്തൊരു ഇരുമ്പ് കോട്ടയായി കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം മാറിയിട്ടുണ്ട് എന്നൊക്കെ അങ്ങ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ശരി, പക്ഷേ മറ്റു നേതാക്കളല്ലാതെയും പറഞ്ഞിട്ടുണ്ട്. അത് വിടൂ, അതിലേക്ക് ഞാൻ തർക്കത്തിനില്ല, അങ്ങ് പറഞ്ഞോളൂ, തുടർന്നോളൂ. അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് മാധു. 200 പേരിനടുത്ത് പങ്കെടുത്ത ഒരു കോൺക്ലേവാണ് വയനാട്ടിൽ നടന്നത്. KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ, കോർ കമ്മിറ്റി അംഗങ്ങൾ, KPCC ഭാരവാഹികൾ, മേയർമാർ, ആദ്യമായിട്ട് തന്നെ പാർട്ടി സ്ഥാനം കിട്ടിയ ആളുകളാണ് മേയർമാർ പലരും. പിന്നെ അത് ജില്ലാ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഒരു 200ഓളം വരുന്നൊരു നേതൃത്വത്തിന് മുമ്പാകെ സുനിൽ കനകലുവിൻ്റെ റിപ്പോർട്ട് പരസ്യമായി അവതരിപ്പിക്കുമെന്ന് കരുതിയാൽ എത്രമാത്രം രാഷ്ട്രീയമായ അജ്ഞത അതിനകത്തുണ്ട് എന്നുള്ള കാര്യം മാധവും തിരിച്ചറിഞ്ഞു നോക്കി. ഇത്തരത്തിലൊരു കാര്യം CPMൻ്റെ പോളിറ്റ് ബ്യൂറോ എന്ന രീതിയിൽ അതിനകത്ത് പോലും എത്ര പേർക്കൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ ഇത്തരം സ്ട്രാറ്റജിക് റിപ്പോർട്ട് അറിയും? കേരളത്തിൽ പിണറായി വിജയൻ അല്ലാതെ ഇവിടെ നിൽക്കുന്ന ഏതെങ്കിലും സംസ്ഥാന കമ്മിറ്റി അങ്ങോട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുമോ എന്ന് പറയുന്നത് പോലെ ഈ കോൺഗ്രസിനെ ഒരു പ്രൊഫഷണൽ ഏജൻസി സഹായിക്കുന്നെങ്കിൽ അത് ഞങ്ങളുടെ ഡേറ്റ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, അതല്ല എന്നുണ്ടെങ്കിൽ മറ്റ് വോട്ട്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അത്തരം കാര്യങ്ങൾ കൊടുക്കുന്ന റിപ്പോർട്ട് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയിലെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട 1-2 ആളുകൾക്കപ്പുറത്ത് കേരളത്തിലെ കോൺഗ്രസിനെ തന്നെ എല്ലാവർക്കും ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കറിയാലോ, അങ്ങനെ ഒരു സംഭവമില്ല. സ്വാഭാവികമായി ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ചില പരാമർശങ്ങൾ ഉണ്ടായേക്കാം, അതിനപ്പുറത്ത് അങ്ങനെ ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് മാധ്യമങ്ങൾ വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ വെച്ചിട്ട് സുനിൽ കനകലു പിന്നെ അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ അജ്ഞതയാണെന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ. അതൊക്കെ അതുകൊണ്ട് അതിന് അത്തരം കാര്യങ്ങൾ മറുപടി പോലും അർഹിക്കുന്നില്ല. നിങ്ങൾ വിചാരിക്കുന്ന തരത്തിലല്ല ഇത്തരം കാര്യങ്ങൾ. കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് ദീർഘകാല രാഷ്ട്രീയ പരിചയമുള്ള, ഓരോ വിഷയങ്ങളിലും കൃത്യമായി നിലപാടെടുക്കാൻ ശേഷിയുള്ള നിരവധി നേതാക്കന്മാർ കേരളത്തിലെ കോൺഗ്രസിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയ തന്ത്രങ്ങൾ അല്ലെങ്കിൽ സംഘടനാപരമായ കാര്യങ്ങൾ എന്റെ ചോദ്യത്തിലേക്ക് വരാമോ? ഞാൻ കനകലുവിനെ കുറിച്ച് പറഞ്ഞിട്ട് അത് സ്വാഭാവികമായി പറയേണ്ട എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അത്തരം ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അങ്ങനെ ഇല്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അതിനപ്പുറത്ത് അത്തരം ഏജൻസികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് പ്രൊഫഷണലായ ചില സമീപനങ്ങളിൽ മാത്രമാണ് അവരുടെ പങ്ക്. അത് CPM ഉൾപ്പെടെ സ്വീകരിക്കുന്നതാണ്, BJP ഉൾപ്പെടെ സ്വീകരിക്കുന്നതാണ്. പ്രശാന്ത് കിഷോറിനെ ഉൾപ്പെടെ ഉപയോഗിച്ചത് നമുക്കറിയാമല്ലോ. രണ്ടാമത്തെ കാര്യം ഭരണവിരുദ്ധ വികാരം ഇപ്പോൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് കൊല്ലം കോർപ്പറേഷൻ്റെ കാര്യം ഉൾപ്പെടെ പറഞ്ഞു. കൊല്ലം കോർപ്പറേഷനിലും കോഴിക്കോട് കോർപ്പറേഷനും ഉൾപ്പെടെ CPMൻ്റെ കോട്ടകളായിരുന്ന സ്ഥലങ്ങൾ, ജില്ലാ പഞ്ചായത്തുകൾ ഉൾപ്പെടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തേക്ക് വന്നിട്ടും ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞ് ആശ്വസിക്കുക എന്നതിനപ്പുറത്തും മറ്റൊന്നും തന്നെ പറയാനില്ല. മാത്രമല്ല, ഈ നേരത്തെ ഞാൻ പറഞ്ഞ വൈവിധ്യമാർന്ന നേതൃത്വം എന്ന സങ്കല്പത്തിനും ഏകഛത്രപതി എന്നുള്ള സങ്കല്പത്തിനും ഇടയിലുള്ള ഒരു കാഴ്ചപ്പാടുകൾ, ഈ 2 കാഴ്ചപ്പാടുകളുണ്ട്. വൈവിധ്യമാർന്ന നേതൃത്വം, ഒറ്റ നേതാവ്, ഏകാധിപതി. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ലോകത്താകമാനമുള്ള ചരിത്രവും ഏകാധിപത്യത്തിൻ്റെ ഒരു ചരിത്രമാണ്. കേരളത്തെ സ്ഥിതിയും വ്യത്യസ്തമല്ല. പിണറായി വിജയൻ അനിഷ്ടകരമായ ഒരു കാര്യം ഇവർക്ക് പറയാൻ സാധിക്കില്ല. രാജാവ് നഗ്നനാണെന്ന് ഇവിടെ പറയാനുള്ള ഒരു കുട്ടി പോലും CPMൽ അവശേഷിക്കുന്നില്ല. പിണറായി വിജയൻ ഭരണം കാരണമാണ് ശബരിമല ഉൾപ്പെടെ മോഷണം നടത്തിയ, കേരളത്തിലെ ജനതയെ അങ്ങേയറ്റം ദ്രോഹിച്ച, ഏറ്റവും ഏകാധിപത്യപരമായ പിണറായി വിജയൻ സർക്കാരിനെതിരെ ജനം വോട്ട് ചെയ്തു എന്ന് എല്ലാവരും അംഗീകരിക്കുന്ന വസ്തുതയാണ്. പക്ഷേ CPMനത് പറയാൻ പറ്റില്ല. CPMൽ ഒരു നേതാവിന് പോലും ഭരണവിരുദ്ധ വികാരം എന്ന് പറയാൻ പറ്റില്ല. കാരണം ആ പാർട്ടി അത്രത്തോളം അടിമപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് പൊട്ടൻഷ്യൽ ലീഡേഴ്സ് നിരവധി പേരുണ്ട്. അത് കേരളത്തിലെ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ K കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിലെ അതിശക്തനായ നേതാവായിരിക്കുമ്പോൾ തന്നെ AK ആന്റണി ഉണ്ട്, വയലാർ രവിയുണ്ട്. അത് കഴിഞ്ഞ് ശ്രീ ഉമ്മൻചാണ്ടി വരുമ്പോൾ രമേശ് ചെന്നിത്തലയുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോഴുള്ള നേതൃത്വം എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിരവധി നേതാക്കന്മാർ, KPCC പ്രസിഡന്റ് ശ്രീ KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല, ശശി തരൂർ,
കേരളത്തിൽ നിരവധി നേതാക്കന്മാരുണ്ട്. ഇത് കോൺഗ്രസിൻ്റെ ഒരു ശക്തിയും ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യവുമല്ലേ? അതല്ലാതെ 82 വയസ്സുള്ള അല്ലെങ്കിൽ ഇവരെ പ്രഖ്യാപിച്ചിരിക്കുന്ന എല്ലാ റിട്ടയർമെൻറ്റ് ഏജും കഴിഞ്ഞിരിക്കുന്ന ഏകഛത്രപതിയായിരിക്കുന്ന ഒരു നേതാവിനപ്പുറത്ത് പുതിയൊരു കാഴ്ചപ്പാട് പറയാൻ ഞങ്ങൾക്കൊരാളില്ല. അദ്ദേഹത്തിന് തുല്യം. അദ്ദേഹം സാർവഭൗമനാണ്, അദ്ദേഹം ഏകഛത്രപതിയാണ്, അദ്ദേഹം കരുത്തനാണ്, അദ്ദേഹമാണ് എല്ലാത്തിൻ്റെ അധിപൻ എന്ന് പറഞ്ഞു നിൽക്കുന്ന CPM-ൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി നിൽക്കുമ്പോൾ പാർട്ടി ഓഫീസിൻ്റെ ഉദ്ഘാടനം പോളിറ്റ് ബ്യൂറോ അംഗം മാത്രമായിരിക്കുന്ന പിണറായി വിജയനെ കൊണ്ട് മാത്രം നിർവഹിക്കുന്ന തരത്തിൽ ദുർബലമായി പോയ ഒരു സംഘടനാ സംവിധാനവും ജനാധിപത്യ സംവിധാനവും നിങ്ങൾക്കുണ്ടായിപ്പോയി എന്നതുകൊണ്ട് നിങ്ങളുടെ ദൗർബല്യം. ഞങ്ങൾക്ക് നിരവധി നേതാക്കന്മാരുണ്ട്, ശക്തരായ നേതാക്കന്മാരുണ്ട്. ചിലർ ദേശീയ തലത്തിൽ പ്രവർത്തിക്കും, ചിലരെ സംബന്ധിച്ച് സംസ്ഥാനത്തിൽ പ്രവർത്തിക്കും. തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിക്കഴിയുമ്പോൾ കോൺഗ്രസിൻ്റെ അതിശക്തനായ നേതാവ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവും. ഇപ്പോൾ കഴിഞ്ഞ ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. AK ആന്റണി മുഖ്യമന്ത്രി, AK ആന്റണി മാറി ഇടയ്ക്ക് K കരുണാകരൻ വന്നിട്ടുണ്ട്. അതൊക്കെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കുള്ളിൽ സംഭവിക്കേണ്ടതല്ലേ? അതല്ലാതെ ഒരു തവണ അധികാരത്തിലെത്തി 35 വർഷക്കാലം തുടർച്ചയായി ജ്യോതി ബസു ഇന്ത്യയിലെ ഏറ്റവും ദരിദ്ര സംസ്ഥാനമാക്കി ബംഗാളിനെ മാറ്റി. വിദ്യാഭ്യാസമില്ലാത്ത സംസ്ഥാനം, മനുഷ്യർ റിക്ഷാവണ്ടി ഭരിക്കുന്ന, മതന്യൂനപക്ഷങ്ങൾക്ക് സ്കൂൾ പ്രവേശനം പോലും സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വ്യക്തമാക്കിയതാണ്. അങ്ങനെ തകർന്നടിച്ച് ബംഗാൾ പോയി. ഇതുപോലെ നിർമ്മൻ ചക്രവർത്തിയെ പോലെയുള്ള ആളുകൾ വന്നിട്ട് ത്രിപുരയിൽ ഏകഛത്രപതിയായി ഭരിച്ചു, അവിടുത്തെ പാർട്ടിയും തീർന്നു. ഞങ്ങളങ്ങനെ ഏകഛത്രപതികളെ വിശ്വസിക്കുന്നില്ല. വൈവിധ്യമാർന്ന വ്യത്യസ്തമായ സ്വഭാവ സവിശേഷതകളുള്ള, ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന, സുതാര്യമായി സിക്കുന്ന, സൗമ്യമായി സംസാരിക്കുന്ന, ആളുകളെ കോർഡിനേറ്റ് ചെയ്യാൻ സാധിക്കുന്ന, വലിയ തരത്തിലുള്ള വിവിധ തരത്തിലുള്ള ഗുണഗണങ്ങളുള്ള ഒരു നേതൃ സമൂഹം തന്നെ ഞങ്ങൾക്കുണ്ട്. അത് ജനാധിപത്യത്തിൻ്റെ ശക്തിയും സൗന്ദര്യവുമാണ്. അതല്ലാതെ ഒരിടത്തൊരാളെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം മാറുന്നത് വരെ, ജനം പുറത്താക്കുന്നത് വരെ അദ്ദേഹം മഹാനാണ്, മഹാനുഭാവനാണ്, എന്നിട്ട് 10-25 വർഷം കഴിയുമ്പോൾ പാർട്ടി റിപ്പോർട്ട് ഉണ്ടാക്കി അദ്ദേഹം ഏകാധിപതിയായിരുന്നു, അദ്ദേഹത്തിൻ്റെ അത്തരം പ്രവണതകളാണ് പാർട്ടിയെ തകർത്തത് എന്ന് പിന്നീട് പറയേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾക്ക് നേതാക്കന്മാർ നിരവധി, അതിൽ ശക്തനായ ഒരു നേതാവ്. സംശയം എന്താണ്? ശരി, ശ്രീ TP ചന്ദ്രബാബു, ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വോട്ട് പേഴ്സൻറ്റിൽ ഇടിവുണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം പാർട്ടി അംഗീകരിച്ചതാണ്, സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറഞ്ഞ ഒരു കാര്യവുമാണ്. ഇത് നോക്കൂ, അതുവരെ ഇടക്കാലത്ത് ശ്രീ എം ലിജു പെട്ടെന്ന് പറയാമോ? അല്ല, ഞാനത് ഒരു കാര്യം നമുക്കറിയാം. ഇവർക്ക് ഇത്തരം ഒരു ഏകാധിപതിയായ നേതാവ് ഉണ്ടായതുകൊണ്ട് കേരളത്തിലൊരു പൊളിറ്റിക്കൽ കൺസെൻസസ് ഇല്ലല്ലോ. അദ്ദേഹം പറയുന്നത് മാത്രമാണ് ശരിയെന്നാണ് പറയുന്നത്. ഇപ്പം ധർമ്മപുരാണത്തിലേക്ക് വാക്കുകൾ ഞാൻ ആവർത്തിക്കുന്നില്ല. കേരളയിൽ പിണറായി വിജയൻ്റെ അഭിപ്രായം പറഞ്ഞു, കൺസെൻസസ് വേണ്ട, അദ്ദേഹം പറയുന്നത് മാത്രമേ കേൾക്കാൻ സാധിക്കൂ. ദേശീയപാത എന്താണെങ്കിലും പിണറായിയുടെ അഭിപ്രായത്തിനപ്പുറത്ത് അങ്ങനെയല്ല സഖാവേ, അങ്ങനെയല്ല മുഖ്യമന്ത്രി എന്ന് പറയാൻ സാധിക്കാത്ത ഒരു നേതാവില്ലാത്തതിന്റെ ദുരന്തം പാർട്ടി മാത്രമല്ല കേരളവും അനുഭവിക്കുകയല്ലേ. ശരി, ഓക്കെ. ഡോക്ടർ പി കെ ഗോപനിലേക്ക് വരുമ്പോൾ നമുക്ക് അതിന്റെ മറുപടി തേടുകയും ചെയ്യാം. ജനാധിപത്യമുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. ശരി, ശ്രീ ടി പി ചന്ദ്രൻ, ഇപ്പൊ ഞാൻ നിങ്ങളുടെ വോട്ട് പേഴ്സണിനെ കുറിച്ചൊരു ചോദ്യമാണ് അങ്ങോട്ട് ചോദിക്കുന്നത്. BJPക്ക് ഇടക്കാലത്ത് അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. നിങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിച്ചു കൊണ്ടുവന്നിരുന്ന ഒരു പാർട്ടിയാണ്, അതിൽ തർക്കമില്ലാത്തൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഒരു MP ഉണ്ടാകുന്നു. MP ഉണ്ടായതിനു ശേഷമുള്ള തൃശ്ശൂർ നിങ്ങളുടെ സ്വന്തമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ആ തിരഞ്ഞെടുപ്പിനെ തൃശ്ശൂരിൽ നേരിട്ടത്. പക്ഷെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. തിരുവനന്തപുരത്ത് നിങ്ങൾക്കൊരു കോർപ്പറേഷൻ കിട്ടിയെന്നുള്ളത് അഭിമാനാർഹമായ നേട്ടമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ മറ്റിടങ്ങളിലൊക്കെ നിങ്ങൾക്ക് വോട്ട് പേഴ്സൻറ്റിൽ അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ഈ കുറഞ്ഞ വോട്ട് പേഴ്സൻറ്റ് വെച്ചുകൊണ്ടാണ് നിങ്ങൾ നിയമസഭയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 11 മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് 1-ാം സ്ഥാനത്ത് വരാൻ കഴിയുമെന്ന ആത്മവിശ്വാസം നിന്നയിടത്താണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉണ്ടായിരുന്ന വോട്ടിൽ താഴോട്ട് പോകേണ്ടി വന്ന സാഹചര്യം ഉണ്ടായത്. മാധവനെ പോലെയുള്ള ഒരു രാഷ്ട്രീയ കാര്യങ്ങൾ കൂടി വിശകലനം ചെയ്യാനും നിരീക്ഷിക്കാനും കെൽപ്പുള്ള ആളിനോട് ഇങ്ങനെ പറയേണ്ടി വരുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. നോക്കൂ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പാറ്റേൺ ആണോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നത്? നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പാറ്റേൺ ആണോ ലോക്സഭയ്ക്ക് ഉണ്ടാകുന്നത്? അങ്ങനെയാണെങ്കിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും BJPക്ക് അതിനനുസരിച്ചുള്ള വോട്ട് ഷെയർ ഉണ്ടാക്കാൻ സാധിച്ചിരുന്നോ? വോട്ട് ഷെയറും വിന്നബിലിറ്റിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ മാധു? നോക്കൂ, അതുകൊണ്ടാണ് ഇരിക്കാം ഒരുപക്ഷെ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. കേരളത്തിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കേരളത്തിലെ മാധ്യമ പ്രവർത്തകന്മാരും രാഷ്ട്രീയ നിരീക്ഷകന്മാരും ഏക സ്വരത്ത് പറഞ്ഞത് എന്താണ്? ഒരു സ്റ്റാറ്റിസ്റ്റിക്സും ഡാറ്റയും വെച്ച് തൃശ്ശൂരിൽ BJPക്ക് ഒരു MP ജയിപ്പിക്കാൻ കഴിയില്ല. പക്ഷെ തൃശ്ശൂർ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ചിത്രം എന്താണ്? അവിടെ ഒരു MP ജയിച്ചു, ഒരു നിയമസഭ ഭരിക്കാത്ത, അവിടുത്തെ ഒരു പഞ്ചായത്തുകളിൽ പോലും പ്രധാന പ്രതിപക്ഷം പോലും അല്ലാത്തടത്ത്
ഇതാണ് കേരളത്തിലെ വോട്ടിംഗ് പാറ്റേൺ. ഞാൻ ചോദിക്കുന്നത് 2020 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളെയും 2025 നമ്മൾ താരതമ്യം ചെയ്യുന്നതെങ്കിൽ ശരിയുണ്ട്. മാത്രമല്ല, ഇത് മാത്രമാണോ? നോക്കൂ, ഇത് തന്നെയാണ് ഒരുപക്ഷെ പറയാതെ പറഞ്ഞു വെച്ചത് CPM-ന്റെ പ്രതിനിധി. അദ്ദേഹം പറയാണ് 3 ജില്ലാ പഞ്ചായത്ത് സീറ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ BJP-ക്ക് അതില്ല. ഇത് BJP-യുടെ പരാജയത്തിൻ്റെ ഒരു സൂചനയാണ്, BJP-യുടെ തകർച്ചയുടെ സൂചനയാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, കിട്ടുന്ന സീറ്റുകൾ മാത്രമാണ് ഒരു കക്ഷിയുടെ വിജയമെങ്കിൽ നിങ്ങളും ഞങ്ങളും കേരളത്തിൽ തുല്യ ശക്തിയാണെന്ന് സമ്മതിക്കണ്ടേ? ഒരു MP നിങ്ങൾക്കും ഉണ്ട്, ഒരു MP ഞങ്ങൾക്കും ഉണ്ട്. ഒരു കോർപ്പറേഷൻ നിങ്ങൾ ഭരിക്കുന്നുണ്ട്, ഒരു കോർപ്പറേഷൻ ഞങ്ങളും ഭരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ രണ്ടുപേരും തുല്യ ശക്തികളാണ് എന്ന് ഞാൻ വാദിച്ചാൽ ഈ വാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതൊരു പക്ഷേ ശരിയാണ്, നിങ്ങൾക്ക് സമ്മതിക്കേണ്ടി വരും. പക്ഷേ അതൊരു ശരിയല്ല എന്ന് കേൾക്കുന്ന നിങ്ങൾക്കും പറയുന്ന എനിക്കും നമുക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നെ അദ്ദേഹം പറഞ്ഞ എന്താണ്, മാധു ഒരു പക്ഷേ തെറ്റിദ്ധരിപ്പിച്ചില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. BJP-ക്ക് സുരേന്ദ്രൻ്റെ പഴയ ഏതോ ഒരു കഥ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ മാധു, കേരളത്തിലെ ഈ മുന്നണി ബന്ധം കൃത്യമായുള്ള കേരളത്തിൽ കാലാകാലങ്ങളിൽ എല്ലാവരും ഇവരുടെ ഒപ്പം തന്നെ നിന്നുകൊടുക്കാം രാഷ്ട്രീയ മുന്നണി കൂട്ടുകെട്ടുകൾ എന്ന് ഇവർക്ക് ആർക്കെങ്കിലും ഉറപ്പ് കൊടുത്തിട്ടുണ്ടോ? ഇടതു മുന്നണിയിൽ നിന്നും ഘടകകക്ഷികൾ UDF-ൽ നിന്നും LDF-ലേക്ക് പോയിട്ടില്ലേ? LDF-ൽ നിന്ന് നേരം ഇരുട്ടി വെളുക്കുമ്പോൾ അവർ മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്ത ഘട്ടത്തിൽ അവർ LDF-ലേക്കും UDF-ലേക്കും മാറി പോയിട്ടില്ലേ? ഭാരതീയ ജനതാ പാർട്ടിയുടെ മുന്നണിക്കകത്തേക്കും ഇത്തരം കക്ഷികൾ വരില്ല എന്നുള്ളത് ഒരു സ്വപ്നം കാണേണ്ടതോ നമ്മൾ തള്ളിക്കളയേണ്ടതോ ആണോ? ഒരു തേർഡ് ഓപ്ഷൻ അവർക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നാളത്തെ രാഷ്ട്രീയത്തെ മാധു നമുക്കങ്ങനെ തള്ളിക്കളയാനൊന്നും കഴിയില്ല. മറിച്ച് ഒന്നുകൂടെ മാധു ഇവിടെ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺസിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ളതാണ്. കേരളത്തിലും ഒരർത്ഥത്തിൽ ദേശീയ തലത്തിലുള്ള INDIA അലയൻസ് രംഗത്ത് വന്നുവോ? BJP ജയിച്ച നമുക്കറിയാം തൃപ്പൂണിത്തുറയിൽ ഒരു ലജ്ജയുമില്ലാതെ ഇവർ രണ്ടുപേരും സഹകരിച്ചില്ലേ? അതേമാതിരി തന്നെ വാടാനപ്പള്ളിയിൽ ഇവർ രണ്ടുപേരും SDPI-യോടൊപ്പം BJP തോൽപ്പിക്കുന്നതിന് വേണ്ടി സഹകരിച്ചുവോ? തൃശ്ശൂരിലെ പാറളം പഞ്ചായത്തിൽ BJP പിടിച്ചെടുത്ത പഞ്ചായത്താണ്, ഈ രണ്ടുപേരും ഒരുമിച്ച് ചേർന്നുവോ? അപ്പോൾ BJP കേരളത്തിൽ വളരുന്നില്ലെങ്കിൽ, BJP കേരളത്തിൽ താഴോട്ടാണ് പോകുന്നതെങ്കിൽ ഇത്തരം കേന്ദ്രങ്ങളിൽ ഇവർ പരസ്പരം സഹകരിച്ച് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്താണ്? പിന്നെ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു, BJP വിലക്കെടുക്കുകയാണ്. വസ്തുതകൾ നമ്മൾ കേരളത്തിൽ സംസാരിക്കും. വിലക്കെടുക്കാൻ ശ്രമിച്ചത് ഏത് പാർട്ടിയാണ് എന്നും ഒരു ലീഗ് സ്വതന്ത്രനെ വിലക്കെടുത്തപ്പോൾ അദ്ദേഹം തുറന്നു പറഞ്ഞതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ ഗോപൻ സാറിനോട് എല്ലാ ബഹുമാനം നിലനിർത്തി ചോദിക്കട്ടെ സർ, ത്രിപുരയിലെ പാർട്ടി ഓഫീസുകൾ ചായം പൂശി മാറ്റി കാവി അടിച്ച് താമര വരച്ച് ത്രിപുരയിലും ബംഗാളിലും BJP-യിലേക്ക് വന്നത് പണത്തിൻ്റെ ഹുങ്കിലാണോ? അവിടെ നിങ്ങളുടെ ഒപ്പം നിന്ന് വർഷങ്ങളായി നിങ്ങളുടെ കൂടെ നിന്നിരുന്ന ആളുകൾ ഒരു സുപ്രഭാതത്തിൽ മാറിയോ? കേരളത്തിലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എന്താ CPM-ന്റെ കേരളത്തിലെ വിലയിരുത്തൽ? അപകടകരമായ രൂപത്തിൽ CPM-ന്റെ വോട്ട് ബാങ്കുകളിലേക്ക് അകത്തേക്ക് BJP കടന്നു കയറാൻ തുടങ്ങിയിരിക്കുന്നു. ആലപ്പുഴയിലായാലും പത്തനംതിട്ടയിലായാലും കണ്ണൂരായാലും കോഴിക്കോട്ടായാലും അവരുടെ ഇടങ്ങളിലേക്ക് BJP വന്നു. അപ്പം ഞാൻ പറയുന്നത് ആ കണക്ക് വെച്ചാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. BJP ദുർബലമാണ്, ഞങ്ങളാരും കാണേണ്ട എന്ന് പറയുന്നവർ ഇവരുടെ സഹകരണം എന്തിൻ്റെ ഒരു സൂചനയാണ്? പിന്നെ എനിക്ക് മനസ്സിലാവുന്ന ലിജു, നിങ്ങൾ എന്തിനാ കനകോലിനെ തള്ളിപ്പറയുന്നത്? പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് പ്രൊഫഷണലൈസേഷൻ പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ റിപ്പോർട്ടുകളും ഒരുപക്ഷെ നിങ്ങൾക്ക് സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അദ്ദേഹത്തിൻ്റെ വാദഗതികളെ നമ്മൾ എന്തിനാണ് തള്ളിപ്പറയേണ്ടി വരുന്നത്? ഒറ്റ കാര്യം മാധു ഞാൻ ചൂണ്ടിക്കാണിക്കാം. ശബരിമല വിഷയം എൻ്റെ സുഹൃത്ത് ലിജു പറഞ്ഞു. ലിജു, ശബരിമല വിഷയം പഴയ ആവേശത്തോടെ ഇന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കാരണം ആ വിഷയത്തിൽ നിങ്ങളും ഇന്ന് സംശയത്തിൻ്റെ മുൾമുനയിലല്ലേ? അതിലെ കുറ്റവാളികളുമൊത്ത് നിങ്ങളുടെ ദേശീയ നേതാക്കന്മാരും പ്രാദേശിക നേതാക്കന്മാരും വെളിപ്പെടുത്താൻ കഴിയാത്ത രൂപത്തിൽ ഒരു ഫോട്ടോയുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, തങ്ങളുടെ യാത്രോദ്ദേശവും സംസാര വിഷയവും ചർച്ചാ വിഷയവും വെളിപ്പെടുത്താൻ കഴിയാത്ത വിധത്തിൽ അത് നിങ്ങളെ അസ്വസ്ഥമാക്കുന്നുവെങ്കിൽ അതും ഈ തെരഞ്ഞെടുപ്പുകളിൽ മാറ്റം കേരളത്തിൽ ഉണ്ടാക്കുകയില്ലേ? നിങ്ങളുടെ സഖ്യം ചേരൽ, നിങ്ങളുടെ വിഷയത്തിലുള്ള സഹകരണം കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എത്തിയിരിക്കുന്നത് പരോക്ഷമായി നിങ്ങളൊക്കെ BJP-യുടെ മുന്നേറ്റവും വരുന്ന തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുമെന്നുള്ളതിൻ്റെ പരോക്ഷവും വ്യക്തവുമായ സൂചനകളായിട്ട് തന്നെയാണ് BJP കാണുന്നതും. അതുകൊണ്ട് തന്നെ കേരളം സാമ്പ്രദായിക മാർഗത്തിൽ നിന്നും മാറിയിട്ട് പോകുമ്പോൾ UDF-നകത്ത് നിന്ന് പിടിമുറുക്കിയിരിക്കുന്ന മത സാമുദായിക സംഘടനകളുടെ മേൽക്കോയ്മ അതൊരുപക്ഷെ ദേശീയ രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കുന്നതോ കേരളത്തിൻ്റെ മതേതര സംസ്കാരത്തിനൊപ്പം നിൽക്കുന്നവരല്ലാത്ത ആളുകളെ ക്ഷണിച്ച് കൂടെ കൂട്ടി BJP-യെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പിലടക്കം രഹസ്യവും ഇന്നലെ രഹസ്യമായിരുന്നെങ്കിൽ അത് പരസ്യമായി എത്തേണ്ടി വരുന്നെങ്കിൽ നിങ്ങളുടെ അവസ്ഥയും അത്ര പോസിറ്റീവല്ല. നിങ്ങളും ഭയപ്പെടുന്നു. രണ്ട് മുന്നണികളിൽ നിന്നും ആളുകൾ വരുന്നതും ക്ഷണിച്ചും കാത്തിരിക്കേണ്ടി വന്നാൽ
തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഉണ്ടായ കനകോലുവിൻ്റെ വാക്ക് കടമെടുത്താൽ താൽക്കാലികമാണ്, അത് ചില ധ്രുവീകരണത്തിന് ഇടയാക്കിയിട്ടുണ്ട്, അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് ഉറപ്പില്ല, അതുകൊണ്ട് പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം പുറകോട്ടാണ് ഈ 2 ഭരണവിരുദ്ധ വികാരമായാലും സാമുദായിക നേതാക്കന്മാരുടെ പിടിമുറുക്കലായാലും അത് കേരളത്തിലെ കാര്യം ചോദിച്ചത് ഏതെങ്കിലും 2 സമാന്തരമായ അല്ലെങ്കിൽ സമാനമായ തെരഞ്ഞെടുപ്പുകളെ കമ്പയർ ചെയ്തുകൊണ്ടല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നൊരു പാറ്റേൺ തന്നെ വരുമ്പോഴും കാലാകാലങ്ങളിൽ BJPയുടെ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും വർദ്ധിച്ചു വരുന്ന പാറ്റേൺ ആണ് ഉണ്ടാകുന്നത്. ഇത്തവണ അങ്ങനെയല്ല. അതിപ്പോൾ ഏതെങ്കിലും 2 തദ്ദേശം എന്ന് കമ്പയർ ചെയ്തിട്ടല്ല, ലോക്സഭ എന്ന് കമ്പയർ ചെയ്തിട്ട് തന്നെയല്ല. പക്ഷെ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഉണ്ടായിരുന്ന ആ പാറ്റേണിന് ഘടകവിരുദ്ധമായി ഇത്തവണ വോട്ട് പേഴ്സൻറ്റ് കുറഞ്ഞു എന്നുള്ളത് നിങ്ങൾ തന്നെ അംഗീകരിച്ചൊരു കാര്യമാണ്. അതെന്തുകൊണ്ട് എന്നൊരു ചോദ്യം ചോദിച്ചു എന്നേ ഉള്ളൂ. ഡോക്ടർ പി കെ ഗോപൻ, ഇപ്പോൾ എറണാകുളം മുതൽ ഇങ്ങോട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ UDFന് സീറ്റുകൾ, ഇപ്പം മലപ്പുറം ശരി, അതല്ലാതെ സീറ്റുകൾ അധികമായി സമാഹരിക്കാൻ കഴിയുന്നത്. പത്തനംതിട്ട നിങ്ങൾക്ക് വലിയ അപ്രമാദിത്വമുള്ള ജില്ലയാണ്. അവിടെ പക്ഷേ UDFന് ഇത്തവണ പ്രതീക്ഷകളുണ്ട്. ശബരിമല വിഷയമടക്കം വലിയ ചർച്ചയായ ഇടമാണ്. ആറന്മുളയിലടക്കം ഇപ്പോൾ വീണ ജോർജ് വീണ്ടും മത്സരിക്കും എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. CPMന്റെ കാര്യം CPM ആണ് പറയേണ്ടത്. ശരി, അവിടെ പോലും വലിയ തോതിലുള്ള മത്സരമുണ്ടാകും, അവിടെ ജയിച്ചു വരാൻ കഴിയും. UDFന്റെ കോട്ടയായിരുന്നല്ലോ ഒരു കാലത്ത് എന്നുള്ളതൊക്കെയാണ് UDFന്റെ പ്രതീക്ഷ. നിങ്ങൾ എങ്ങനെയാണ് പത്തനംതിട്ടയിലെ മത്സരത്തെ കാണുന്നത്? പത്തനംതിട്ടയിലത് ഞാൻ പറയാം ശ്രീമതി മാധു. അതിനു മുമ്പ് 1-2 പ്രതികരണങ്ങൾ വരേണ്ടതുണ്ട്. ഒന്ന്, ശ്രീ ലിജു ഈ കേരളത്തിലെ കോൺഗ്രസിൻ്റെ തർക്കവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളിൽ ഈ കൈവിട്ടു പോയാൽ അത് ജനാധിപത്യം, കയ്യിൽ നിൽക്കുമെങ്കിൽ പരസ്യ സംവാദം പാടില്ല, ഈ 2 വാക്കും മാധ്യമപ്രവർത്തക എന്നുള്ള തരത്തിൽ അങ്ങ് കേട്ടിട്ടുണ്ടാവും. അതായത് കോൺഗ്രസ്സിന് അവരുടെ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ അവരതിന് ജനാധിപത്യം എന്ന പേര് കൊടുക്കും. ജനാധിപത്യ പാർട്ടിയാണ്, ഇങ്ങനെയൊക്കെ പറയും, ഇങ്ങനെയൊക്കെ നടക്കും. ഇത് നമ്മൾ ഒത്തിരി കേട്ടതാണ്. അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവർ പറയും പരസ്യ സംവാദം പാടില്ല എന്ന് പറയും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, കെ സുധാകരൻ KPCC പ്രസിഡൻ്റായപ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ചത് ഞങ്ങൾ കേഡർ പാർട്ടിയാകാൻ, സെമി കേഡർ പാർട്ടിയാകാൻ ശ്രമിക്കുകയാണ്. കോൺഗ്രസ് CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾ CPM കേഡർ പാർട്ടിയാണ്, അത്രയെത്താൻ ഞങ്ങൾക്ക് പറ്റത്തില്ല, പക്ഷേ ഞങ്ങൾ സെമി കേഡറാവും. സെമി കേഡറാവും എന്ന് പറഞ്ഞാൽ പരസ്യ സംവാദത്തിൽ ഞങ്ങൾ തടയിടുമെന്ന് കൂടിയാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ശ്രീ ലിജു ഇവിടെ പറഞ്ഞപ്പോൾ ആന്റണി കരുണാകരൻ, ശ്രീ AK ആന്റണി, ശ്രീ K കരുണാകരൻ, ശ്രീ ആന്റണി, ശ്രീ ഉമ്മൻചാണ്ടി, ശ്രീ രമേശ് ചെന്നിത്തല, ഈ തർക്കം എത്ര ഒഴുക്കം മട്ടിൽ അദ്ദേഹം പറഞ്ഞു വിട്ടത്. ഈ കേരളത്തിൽ അന്തിച്ചർച്ചകളും പ്രശ്നങ്ങളും നിരവധി ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ കേരളത്തിലെ ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധത്തിൽ പ്രതിച്ഛായ ചർച്ചകളും ശീതളഛായയും എന്തെല്ലാം അടിയും പിടിയും ബഹളവും DIC ഉണ്ടാകുന്നതിന് മുമ്പ് നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ, ശ്രീ K മുരളീധരൻ ശ്രീ ഉമ്മൻചാണ്ടിയെ കുറിച്ച് നടത്തിയ പ്രസംഗം എടുത്തൊന്ന് കേട്ടു നോക്ക് ശ്രീ ലിജു. ശ്രീ ഉമ്മൻചാണ്ടി, നിങ്ങൾ ആരാണ്? നിങ്ങൾ മദ്യമാഫിയയുടെ ആളാണ്, നിങ്ങൾ കേരളത്തെ ഏറ്റവും വലിയ അഴിമതിക്കാരനാണെന്നൊക്കെ നടത്തിയ പുത്തരിക്കണ്ടം മൈതാനത്ത് നടത്തിയ പ്രസംഗം എടുത്ത് നോക്ക്. ഈ കേരളത്തിൽ 10 വർഷം മുമ്പ് നടന്ന അത്തരം കാര്യങ്ങൾ ഓർമ്മയുള്ള ആരെങ്കിലും നിങ്ങളെ തിരിച്ചു വിളിക്കാൻ ആഗ്രഹിക്കുമോ? നിങ്ങൾ എന്തുമാത്രം വിഴുപ്പലക്കുകളാണ് ഈ കേരളത്തിൽ നടത്തിയത്? അതിന് പകരമായിട്ട് നിങ്ങൾ പറയുന്നത് CPMൻ്റെത് ശ്രീ പിണറായി വിജയൻ ഏകാധിപതിയാണെന്നാണ്. ശ്രീ ലിജു, എല്ലാ ദിവസവും CPMൻ്റെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് കൂടും. ആഴ്ചയിൽ ഒരു ദിവസം CPMൻ്റെ സെക്രട്ടേറിയറ്റ് മീറ്റിംഗ് കൂടും. മാസത്തിലൊരിക്കൽ CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി കൂടും. ഈ ഘടകങ്ങളിലാണ് CPM താഴെ തട്ട് വരെ നടക്കും. ഈ ഘടകങ്ങളിലാണ് CPMൻ്റെ ചർച്ച. ശ്രീ പിണറായി വിജയനും എന്തിന് സാക്ഷാൽ EMS വരെ ഇത് കേട്ടുകൊണ്ട് ഓരോ 3 വർഷം കൂടുമ്പോഴും നടക്കുന്ന സമ്മേളനങ്ങളിൽ അവരെക്കുറിച്ച് പറയുന്ന വാക്കുകൾ, അവരെക്കുറിച്ചുള്ള വിമർശനങ്ങൾ, അവർക്ക് തിരിച്ച് പാർട്ടി സഹാക്കളെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ, ഇത്ര കൃത്യമായി നടക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ CPM. ഇവിടെ ഏകാധിപതി ആയതുകൊണ്ടല്ല, പിണറായി വിജയൻ്റെ ഭരണശേഷി ഉള്ളതുകൊണ്ട് അദ്ദേഹം 5 വർഷം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആ 91 സീറ്റ് കൊണ്ട് അദ്ദേഹം ഭരിച്ചു തുടങ്ങിയെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിന് 99 സീറ്റ് കൊടുത്തത് ആ നേതൃത്വ വൈഭവത്തിന് കൊടുത്ത അംഗീകാരമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം 2ാമത് മുഖ്യമന്ത്രിയായത്. അപ്പൊ അതല്ലാതെ ഏകാധിപതി ആയതുകൊണ്ടല്ല, നിങ്ങൾക്കത് കഴിയില്ല. യെസ്,
ഈ അങ്ങ് പറയുന്ന ഈ സംഘടനാ സംവിധാനവും അതിന്റെ മുന്നോട്ടുള്ള പോക്കും LDF എന്ന് പറയുന്ന സംവിധാനവും ക്യാബിനറ്റ് എന്ന് പറയുന്ന ചർച്ചാവേദിയും ഒക്കെ ഉള്ളപ്പോൾ രണ്ട് കാര്യങ്ങളിൽ ഏറ്റവും അവസാനം PM ശ്രീയുമായി ബന്ധപ്പെട്ട കാര്യവും KTU അടക്കമുള്ള ഇടങ്ങളിലെ VCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും യാതൊരു തരത്തിലുള്ള ഇത്തരം മാനദണ്ഡങ്ങളിൽ പറഞ്ഞിട്ടുള്ള ചർച്ചകളില്ലാതെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്ന വിശദീകരണം കൊണ്ടാണ് ഈ യൂണിവേഴ്സിറ്റിയിലെ കാര്യത്തിൽ തീരുമാനമുണ്ടായത്. PM ശ്രീയുമായി ബന്ധപ്പെട്ട് MA ബേബി തന്നെ പറഞ്ഞു അങ്ങനെ ഒരു വിവരം അറിഞ്ഞിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ആ നിലയ്ക്കുള്ള കാര്യങ്ങൾ പിന്നെ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അങ്ങ് പറയുന്ന ഈ സംഘടനാ സംവിധാനം കൃത്യമായി എണ്ണയിട്ട യന്ത്രം പോലെ ഒരേ നേരെ നോക്കി മാത്രം പായുന്ന കുതിരയെ പോലെ പോവുകയാണ് എങ്കിൽ? ശ്രീമതി മാധു, ഇത് നൂറുകണക്കിന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാണ്. VCയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. മുഖ്യമന്ത്രിയെ ഗവർണർ വിളിച്ച കാര്യവും സുപ്രീം കോടതി അത് സമവായത്തിലെത്താൻ ആവശ്യപ്പെട്ടതും അങ്ങനെ മുഖ്യമന്ത്രി ഒരു പേരും ഗവർണർ ഒരു പേരും നിർദ്ദേശിക്കേണ്ടി വന്ന സാഹചര്യമൊക്കെ അദ്ദേഹം വിശദീകരിച്ചു. രണ്ടാമത് PSCയുമായി ബന്ധപ്പെട്ട് CPMന്റെ ഘടകത്തിൽ ചർച്ച ചെയ്തില്ല എന്നുള്ളതല്ല, അത് പിന്നെ LDFനകത്ത് ധാരണയാക്കുന്നതിൽ പറ്റിയ പാളിച്ചയാണെന്നാണ് CPIM നേതൃത്വം വിശദീകരിച്ചിട്ടുള്ളത്. അത് കേരളത്തിൽ 1700 കോടി രൂപ മറ്റൊരു പ്രോജക്റ്റിന് തരാതിരുന്നിട്ട് ഇതിനകത്ത് കയറി പിടിക്കുകയാണ്. 1700 കോടി രൂപ SSK ഫണ്ട് കിട്ടാനുണ്ട്. SSK ആയിട്ട് ബന്ധമില്ലാത്ത PMC നമ്മൾ ചർച്ച ചെയ്തതാണ്. അല്ല അത് തന്നെ നൂറുകണക്കിന് കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്ന ഒന്നോ രണ്ടോ പ്രശ്നങ്ങളാണ് ശ്രീമതി മാധു ഇവിടെ പറയുന്നത്. നേരെ മറിച്ച് ഈ സംവിധാനങ്ങളെല്ലാം തന്നെ ഒരു ഏകാധിപതിയുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ടല്ല, ജനാധിപത്യ പാർട്ടിയാണ്. ഇനി ഒരു കാര്യം കൂടി, ശ്രീ മാധു, KPCCക്ക് എത്ര സെക്രട്ടറിമാരുണ്ട്, DCCക്ക് എത്ര സെക്രട്ടറിമാരുണ്ട്? ഇവരെ ആരെങ്കിലും ഏതെങ്കിലും ഒരു സംവിധാനം തിരഞ്ഞെടുക്കുന്നതാണോ? അതോ മുകളിൽ നിന്ന് ഒരു കമ്മിറ്റിയോ ഒരാളോ അവരെ പോസ്റ്റ് ചെയ്യുന്നതാണോ? ഹൈക്കമാൻഡ് ഇങ്ങോട്ട് നിർദ്ദേശിക്കുന്നതാണ്. DCC പ്രസിഡന്റ് ആവണമെങ്കിൽ ഹൈക്കമാൻഡ് ഒപ്പിട്ട് നിയമിക്കുകയാണ്. പത്രവാർത്ത വരുന്നതും അവർ പറയുന്നതും ഇന്ന പോസ്റ്റിലേക്ക് നിയമിച്ചു എന്നാണ്. CPMന്റെ ഒരു ജില്ലാ സെക്രട്ടറിയെ നിയമിക്കാൻ പറ്റുമോ? CPMന്റെ ഒരു ബഹുജന സംഘടന ഭാരവാഹിയെ നിയമിക്കാൻ പറ്റുമോ? പിണറായി വിജയൻ ഒരാളുടെ പേര് നിർദ്ദേശിക്കാൻ പറ്റുമോ? ഇതെല്ലാം അതാത് ജില്ലാ കമ്മിറ്റി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുക്കുന്ന 3 വർഷം കൂടുമ്പോഴുള്ള സമ്മേളനങ്ങൾ പാനൽ അവതരിപ്പിച്ച സെക്രട്ടേറിയറ്റ് എടുക്കുന്നത്. ഒരു ജനാധിപത്യവും ഇല്ലാത്തൊരു പാർട്ടിയാണ് വന്നിരുന്നിട്ട് ഞങ്ങൾക്ക് ജനാധിപത്യം ഉള്ളത് കൊണ്ടല്ല, അധികാരമോഹവും അധികാര തർക്കവും ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്കകത്ത് ഈ തമ്മിലടി നടക്കുന്നത്. നിങ്ങൾക്ക് എത്ര KPC സെക്രട്ടറിമാർ വേണോ? യഥാർത്ഥത്തിൽ നിങ്ങൾ എത്ര എടുത്തു വെച്ചേക്കുന്നത്? നിങ്ങൾക്ക് അല്ല, ഞാൻ പറയട്ടെ എന്തുകൊണ്ടാണ് അത് നടക്കാത്തത്? അത്ര തർക്കമാണ്. അതുകൊണ്ട് അതാണ് അതിനെ സംബന്ധിച്ചുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ BJPയുടെ സുഹൃത്ത് ഇവിടെ പറഞ്ഞു, ശ്രീ ജയചന്ദ്രൻ ഇവിടെ പറഞ്ഞ കാര്യം, ഈ ത്രിപുര ഉൾപ്പെടെയും നിങ്ങൾ ഈ കേരളത്തിലെ വോട്ടിന്റെ കാര്യവും പറഞ്ഞു. ത്രിപുരയുടെ കാര്യം ഞങ്ങളുടെ പുറത്തോട്ട് വെക്കണോ? ശ്രീ ലിജു ഇവിടെ പറഞ്ഞു ത്രിപുരയുടെ കാര്യം. ത്രിപുരയിൽ കോൺഗ്രസിന് 35% വോട്ടുണ്ടായിരുന്നു പ്രതിപക്ഷത്തിരിക്കുമ്പോൾ. ആ 35% എത്ര കൃത്യമായിട്ടാണ് BJPക്കായി? 3-4% വോട്ടുണ്ടായിരുന്നു BJPക്ക്. CPM നോക്കുമ്പോൾ ഈ 35% വോട്ട് BJPക്ക് മാറ്റിക്കൊടുക്കുകയാണ്. ബൂത്ത് പ്രസിഡന്റ് മുതൽ MLAമാർ മുഴുവൻ BJP വിലക്കെടുത്തോണ്ട് പോയി. നിങ്ങൾ മുന്നണി സംവിധാനം മാറിയതല്ല അവിടെ. കേരളത്തിൽ ശ്രീ സുരേന്ദ്രൻ മുന്നണി സംവിധാനം മാറ്റുന്നതിനെ കുറിച്ചാണ് പറഞ്ഞെന്ന് അങ്ങ് പറഞ്ഞത്. നിങ്ങൾ മൊത്തം MLAമാരെ വിലക്കെടുത്തോണ്ട് പോയതാണ്. ഈ ആസാമിലെ മുഖ്യമന്ത്രിയെ മൊത്തം BJP വിലക്കെടുത്തോണ്ട് പോവുകയല്ലേ ചെയ്തത്. എത്രയോ MPമാരെ MLAമാരെയും കോൺഗ്രസിൽ നിന്ന് നിങ്ങൾ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത് കേരളത്തിലെ മുന്നണി സംവിധാനത്തിന്റെ മാറ്റമായിട്ടല്ല ശ്രീ സുരേന്ദ്രൻ 35 പറഞ്ഞത്. 35 BJPക്ക് കിട്ടിയാൽ ബാക്കി കോൺഗ്രസിൽ നിന്ന് വിലക്കെടുക്കാൻ പറ്റുമെന്നാണ്. അല്ല, ഒരു കാര്യം കൂടി, ഇതിന്റെ വോട്ട് പെർസെന്റ് അല്ല ശരി, കോൺഗ്രസിന്റെ വോട്ട് പെർസെന്റ് മാത്രമല്ല CPMന്റെ വോട്ട് പെർസെന്റ് എവിടെ പോയി എന്നുള്ളത് വലിയ കാര്യമാണ് കേട്ടോ. 2013 അവിടെ 48-ഉം 18-ൽ 42-ഉം 2023-ൽ 22-ഉം നിങ്ങളുടെ ശതമാനമാണ്. കോൺഗ്രസിന് പോയി എന്നുള്ളത് ലിജു പറയട്ടെ, പക്ഷെ നിങ്ങളുടെ വോട്ട് പെർസെന്റും അവിടെ കുത്തിയൊലിച്ച് പോയിട്ടുണ്ട്. ശ്രീ PK ഗോപൻ, അല്ലെ ഞങ്ങളുടെ വോട്ട് കുറഞ്ഞപ്പോഴും 22% ഉണ്ട് ശ്രീ മാധു. എവിടെ നിന്നാണ് നിങ്ങൾക്ക് എത്രയായിരുന്നു? അല്ല, ഞങ്ങൾക്ക് 40% താഴെ വോട്ടേ ഉള്ളായിരുന്നു അവിടെ. കോൺഗ്രസിന് 35-38%. ആ കോൺഗ്രസിന്റെ പ്രതിപക്ഷവും BJPയുടെ 3 ചേർന്നപ്പോഴാ ത്രിപുരയിൽ ശ്രീമതി മാധു കോൺഗ്രസിന്റെ 35 BJPയുടെ 3-4% ചേർന്നപ്പോ ഞങ്ങളെക്കാൾ 2% അധികം കിട്ടി. അങ്ങനെ ആ ത്രിപുര അവർക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് 48-ൽ നിന്ന് 24-ലേക്ക് പോയി ശ്രീ PK ഗോപൻ. അതുപോലെ നമ്മുടെ വിഷയമല്ലേ ഇപ്പം. ശരി, ശ്രീ M ലിജു, ഇത് നോക്കൂ, നിങ്ങൾ ഏകഛത്രാധിപതി ഏത് സമയത്താണ്? അവസാന സമയത്തെ കണക്കാ ഞാൻ പറയുന്നത്. ഞാൻ അതിന് മുമ്പേ ഉള്ള കാര്യമാണ് പറഞ്ഞത്, കാരണം മുമ്പേ ഉള്ള കാര്യമാണ് മറ്റുള്ളവർ പറഞ്ഞത്. ശരി, ഞാൻ വരാം.
അഡ്വക്കേറ്റ് എം ലിജു ഇത് നോക്കൂ, നിങ്ങൾ ഏകഛത്രാധിപതി എന്ന് പിണറായി വിജയനെ പറയുമ്പോൾ ഈ സംഘടനാ സംവിധാനത്തെ ഏകാധിപതിയായി ചലിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് ചൂണ്ടിക്കാണിക്കുന്നത് അനുസരിച്ച് നിൽക്കുകയാണ് എങ്കിൽ പരസ്യ വിലക്ക് കൊടുക്കുന്നു, ഇല്ല എങ്കിൽ അത് ജനാധിപത്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ശരിയാണ്, അത് പലതവണ കേട്ടിട്ടുണ്ട്. കോൺഗ്രസിനെ തന്നെ പ്രതിരോധത്തിലെത്തുന്ന പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നേതാക്കളുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ് എന്നൊരൊറ്റ ക്ലീശേ വാചകം കൊണ്ടാണ് നിങ്ങൾക്കതിനെ നേരിടേണ്ടി വരുന്നത്. നോക്കൂ, എനിക്ക് ഓർമ്മയുണ്ട്, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ ഓഫീസർ പ്രഖ്യാപിക്കുകയാണ്. ആ വാർത്ത വായിച്ചതിന് തൊട്ടപ്പുറത്തെ വാർത്ത ഞാൻ വായിച്ചത് കോഴിക്കോട് സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ രാജി എന്നുള്ളതാണ്. ആ നിലയ്ക്കായിരിക്കുമോ നിങ്ങൾ നിയമസഭയെയും നേരിടാൻ പോകുന്നത്? ഒന്ന് മാധവൻ, ഇപ്പം ഈ ചർച്ച തീരാൻ ഇനി 2-3 മിനിറ്റാണ് ആകെയുള്ളത്. നിങ്ങൾ രണ്ട് പേരും BJP പ്രതിനിധിയും CPM പ്രതിനിധിയും ആവശ്യത്തിൽ കൂടുതലും പല കാര്യങ്ങളും സംസാരിച്ചു. അപ്പോൾ എനിക്കിതിനെല്ലാം മറുപടി പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ചർച്ച 1-2 മിനിറ്റ് കൂടിയാലും എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് ചർച്ച അവസാനിപ്പിക്കണമെന്നുള്ളതാണ് എനിക്ക് ആദ്യം തന്നെ മുന്നോട്ട് വെക്കാനുള്ള നിർദ്ദേശം. ഞാൻ ആദ്യം തന്നെ ഇവരെ ഈ കോൺഗ്രസിനകത്തെ അഭിപ്രായ വ്യത്യാസങ്ങളും CPM-നുള്ളിലെ കാര്യങ്ങളൊക്കെ ഇവർ ജനാധിപത്യത്തെക്കുറിച്ച് ഇവർ സംസാരിച്ചു. എനിക്ക് ചോദിക്കാനുള്ളത് അല്ല, ഞാൻ ഇദ്ദേഹം ഞാൻ പറയട്ടെ, അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടും അതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ പാർട്ടി എന്നത് ഇങ്ങനെയാണ്. നിങ്ങളുടെ പാർട്ടിയിൽ ഒരാൾ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ച് അയാൾ പുറത്തു പോകേണ്ടി വരും. EMS നമ്പൂതിരിപ്പാടിൻ്റെ കാലഘട്ടത്തിൽ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ച് MV രാഘവനെ നിങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ബെർലിൻ കുഞ്ഞനന്ദൻ നായരെ പോലുള്ള അവരുടെ ചരിത്രം, അവർ പറഞ്ഞ കാര്യങ്ങളും MV രാഘവൻ്റെ ആത്മകഥ പറഞ്ഞാൽ ഒരു ചായ വിശ്വസിച്ച് കുടിക്കാൻ പോലും കഴിയാത്ത വിഷം കലക്കുമോ എന്നുള്ള ഭയത്തിലാണ് ജീവിച്ചതെന്നാണ് MV രാഘവൻ പറഞ്ഞത്. KR ഗൗരിയമ്മയുടെ സ്ഥിതി അതാണ്. ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെയല്ല. ഞങ്ങളുടെ പാർട്ടിയിൽ അഭിപ്രായങ്ങളും വ്യത്യാസങ്ങളും പ്രകടിപ്പിക്കും. അവർ കോൺഗ്രസിനകത്ത് തന്നെ പോകും. പിളർപ്പിനെ സംബന്ധിച്ച് പറഞ്ഞാൽ CPI-യും CPM-ഉം ഒക്കെ ഉണ്ടായതിൻ്റെ പിന്നിലെ ചരിത്രത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരില്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പാർട്ടിയിൽ ഒരാൾ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചാൽ അവർക്ക് MV രാഘവൻ്റെയോ ഗൗരിയമ്മയുടെയോ TP ചന്ദ്രശേഖരൻ്റെ അവസ്ഥയുണ്ടാകും. നിങ്ങൾ വെട്ടിക്കൊന്നുകളയും. ഞങ്ങൾ അങ്ങനെ നേതൃത്വത്തെ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ച് പുറത്തുപോയ നേതാക്കന്മാരെയൊന്നും 51 വെട്ടി കൊല്ലില്ല. അവരുടെ കുടുംബങ്ങളെയൊന്നും വേട്ടയാടില്ല. നിങ്ങൾ ആദ്യം ഓരോ പാർട്ടിയുടെയും താങ്കൾ സംസാരിക്കാതിരി. താങ്കളുടെ പറഞ്ഞുകൊണ്ടിരുന്ന താങ്കൾ സംസാരിച്ചുകൊണ്ടപ്പോൾ പറഞ്ഞ എല്ലാ ഒരർത്ഥത്തിൽ ഒരു വസ്തുതയില്ലാത്ത കാര്യം ഞാൻ സഹിഷ്ണുതയോടെ കേട്ടോണ്ടിരുന്നില്ലേ? അല്പം സഹിഷ്ണുതയാകാം, CPM-കാരനായാലും അല്പം സഹിഷ്ണുതയാകാം. നിങ്ങളുടെ പാർട്ടിയുടെ സെക്രട്ടറി അല്ല ഞങ്ങളുടെ പാർട്ടിയുടെ സെക്രട്ടറി. നിങ്ങൾക്ക് എത്ര സംസ്ഥാന കമ്മിറ്റി അംഗമുണ്ട്? നിങ്ങൾ പാനൽ വെക്കുകയല്ലേ? പാനലിനെതിരായിട്ട് മത്സരിക്കുന്നവനെ നിങ്ങൾ അപ്പോഴേ വെട്ടിക്കൊല്ലുകയോ അറുത്ത് പുറത്തിടുകയോ ചെയ്യില്ലേ? ഞങ്ങളുടെ പാർട്ടിയിലെ കൺസെൻസസ് ലിസ്റ്റാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് അംഗീകരിച്ച് പുറത്തു വരുന്നത്. മനസ്സിലായില്ലേ? ഞങ്ങളുടെ പാർട്ടിയിലെ സെക്രട്ടറി അല്ല മിസ്റ്റർ ഗോപൻ. നിങ്ങൾ ഇപ്പോഴും ഞാൻ പറയുന്ന കേൾക്കാൻ പോലുള്ള സഹിഷ്ണുത നിങ്ങൾക്കില്ല. കാരണം നിങ്ങളൊരു CPM-കാരനാണ്. നിങ്ങളൊരു CPM-കാരനായതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യവും ഞാൻ പ്രതിപക്ഷ ബഹുമാനത്തോടെ കേട്ടുകൊണ്ടിരുന്നു. ഞാൻ പറയുന്ന ഓരോ സെക്കൻഡ് നിങ്ങൾ ഇടപെടുക. കാരണം നിങ്ങൾ CPM-കാരനാണ്. നിങ്ങളുടെ ഉള്ളിൽ ആ ജീനാണുള്ളത്. ആ ഏകാധിപത്യത്തിൻ്റെ ജീനാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സെക്രട്ടറി അല്ല ഞങ്ങളുടെ സെക്രട്ടറി. ഞങ്ങളുടെ പാനൽ പാർട്ടിയുടെ എല്ലാ തരത്തിലുമുള്ള എല്ലാവരുമായി നടത്തിയ കൺസൾട്ടേഷനും അംഗങ്ങളും അവസാനം ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റി അനൗൺസ് ചെയ്യും. നിങ്ങളുടെ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞാൽ പുറത്തു പോകും. അപ്പം നിങ്ങളുടെ ഈ കൊട്ടിഘോഷിക്കപ്പെടുന്ന കേന്ദ്രീയ ജനാധിപത്യം എന്നത് അടിമത്വമാണ്. ഒരു വാക്കുകൊണ്ട് പോലും പ്രതിഷേധിക്കാൻ കഴിയാത്ത അടിമകളുടെ മൗനമാണ് നിങ്ങളുടെ ഈ പാനൽ. നിങ്ങളുടെ പോഷക സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിമാരായി വരുന്നവരാരാണ്? നിങ്ങളുടെ പാർട്ടി ഫ്രാക്ഷൻ എഴുതി കൊടുക്കുന്ന പിണറായി വിജയനെ പോലുള്ള നേതാക്കന്മാർ എഴുതി കൊടുക്കുന്ന ആ തിട്ടൂരത്തിനടിയിൽ വിടുന്ന ഒപ്പ് മാത്രമാണ് നിങ്ങളുടെ പോഷക സംഘടനാ നേതാക്കന്മാർ. പിന്നെ പിണറായി വിജയനൊപ്പം നിൽക്കുന്ന നേതാക്കന്മാരുടെ ലിസ്റ്റ് ഒന്ന് പറഞ്ഞേ. ഞങ്ങളുടെ പാർട്ടി ഞാൻ പറഞ്ഞല്ലോ, AK ആന്റണിയുണ്ട്, KC വേണുഗോപാലുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, VD സതീശനുണ്ട്, ശശി തരൂരുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ പാർട്ടിയിൽ ഞങ്ങൾക്ക് ഈ സമയം കഴിഞ്ഞ സമയം തരണം. നിങ്ങളുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PM ശ്രീ പദ്ധതി എന്ന് പറയുന്ന 100 കണക്കിന് കാര്യങ്ങളൊന്നാണോ? ഈ രാജ്യത്തിന്റെ ചരിത്രത്തെ വികലപ്പെടുന്ന പാഠ്യപദ്ധതിയെ സംബന്ധിക്കുന്ന നിർണായകമായ കാര്യം 100 കണക്കിന് കാര്യങ്ങളൊന്നാണോ? അപ്പൊ അതുകൊണ്ട്
അതുകൊണ്ട് ഏകാധിപത്യത്തിന്റെ ജീൻ, അസഹിഷ്ണുതയുടെ ജീൻ ഒന്ന് അടക്കി വെക്കൂ ശ്രീ പി കെ ഗോപൻ. ശരി, ഓക്കെ, ഞാൻ ഇടപെടുകയാണ്. എന്റെ സമയം പൂർണ്ണമായും പൂർത്തിയാവുകയാണ്. ഞാൻ ഈ ചർച്ച തുടങ്ങിയത് പി കെ ഗോപനിലാണ്, ശേഷമാണ് എം ലിജുവിലേക്ക് പോയത്. അവസാന ഘട്ടത്തിൽ ആകെ സമയം നിഷേധിക്കപ്പെട്ടത് ശ്രീ ടി പി ജയേന്ദ്രൻ മാസ്റ്റർക്കാണ്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.